ഇതിൻ്റെയൊക്കെ സ്റ്റുഡൻ്റ് ആയിരിക്കണം എന്നുള്ളതാണ് പിന്നെ നമ്മൾ പഠിച്ചത്. അതൊക്കെ നമ്മൾ നമുക്കൊന്ന് ആവർത്തിച്ചുകൊണ്ടിരുന്നേ ഉള്ളൂ ഞാൻ നിങ്ങൾക്ക്. ഒന്ന്, ഹി ഷുഡ് ബി എ സ്റ്റുഡൻറ് ഓഫ് ഗാഡ്. അവൻ ദൈവത്തിൽ നിന്ന് പഠിക്കാൻ മനസ്സുള്ളവനായിരിക്കണം. 2, വചനത്തിൽ നിന്ന് അവൻ പഠിക്കാൻ മനസ്സുള്ളവനായിരിക്കണം. 3, മറ്റുള്ളവരിൽ നിന്ന്. ആ മറ്റുള്ളവർ എന്ന് ഞാൻ ഉദ്ദേശിച്ചത് പ്രധാനമായിട്ടും സക്സസ്ഫുൾ ലീഡേഴ്സാണ്. വിജയം കൈവരിച്ച ആളുകളിൽ നിന്ന് അവന് പഠിക്കാൻ മനസ്സുള്ളവനായിരിക്കണം. എനിക്കെല്ലാം അറിയാമെന്നുള്ള മനോഭാവമാണെന്ന് വെച്ചാൽ പോക്കാം അവൻ്റെ കാര്യം, ഒരു സംശയമില്ല. 4മതായിട്ട് നമ്മൾ കണ്ടു, തൻ്റെ പരാജയങ്ങളിൽ നിന്ന് അവന് പഠിച്ചിരിക്കണം. കർത്താവിൻ്റെ അടുക്കൽ ശിഷ്യന്മാർ ചെന്ന് ചോദിച്ചു, ഞങ്ങൾക്ക് എന്നെ അതിനെ പുറത്താക്കാൻ കഴിയാഞ്ഞേ? ഓർക്കുന്നുണ്ടല്ലോ, ഒരു അപ്പന് തൻ്റെ മകനെ കൊണ്ടുവന്ന് ശിഷ്യന്മാരുടെ അടുക്കൽ അവർക്ക് കഴിഞ്ഞില്ല. അപ്പോഴാണ് കർത്താവും ശിഷ്യന്മാരും കൂടെ മറുപടിയിൽ എന്ത് ചെയ്യുന്നത്, ഇറങ്ങി വരുന്നത്. കർത്താവ് വേഗം കാര്യം നടത്തി കൊടുത്തു. എല്ലാം കഴിഞ്ഞ് വൈകുന്നേരം വീട്ടിൽ വന്നപ്പോൾ ശിഷ്യന്മാർ പതുക്കെ കർത്താവിൻ്റെ അടുക്കെന്ന് ചോദിച്ചു, വൈ കുഡ്ന്റ് വി? ഞങ്ങൾക്ക് എന്തുകൊണ്ട് അത് സാധിച്ചില്ല? എപ്പോഴെങ്കിലും ചോദിച്ചിട്ടുണ്ടോ ആരോടെങ്കിലും നിങ്ങൾ? പാസ്റ്റർ പ്രസംഗിക്കുമ്പോൾ ആത്മാക്കൾ രക്ഷിക്കപ്പെടുന്നു, അല്ലെങ്കിൽ പാസ്റ്റർ പ്രസംഗിക്കുമ്പോൾ ആളുകൾ സൗഖ്യമാകുന്നു, അല്ലെങ്കിൽ പാസ്റ്റർ പ്രസംഗിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ എന്തുകൊണ്ടാണ് എനിക്കത് പറ്റാത്തത്? അത് ചോദിക്കാൻ തന്നെ കഴിയണമെങ്കിൽ ഒരു താഴ്മയുള്ള ഹൃദയം വേണം. അതൊക്കെ അയാളുടെ ജാടയാന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. എപ്പോഴെങ്കിലും നമ്മൾ ചോദിച്ചിട്ടുണ്ടോ നമ്മുടെ ജീവിതത്തിൻ്റെ എവിടെയെങ്കിലും? അതോ ജീവിതത്തിൽ ഒരിക്കലും പരാജയം പറ്റാത്തവരാണോ നമ്മൾ? ഇന്നലെയും കൂടെ ചോദിച്ചാൽ മതി, ഇന്നും ചോദിച്ചു. നമ്മൾ കർത്താവിനോട് ചോദിക്കും, മനുഷ്യരോട് ചോദിക്കാറുണ്ടോ? അതും വേണം നമുക്ക്. ദൈവത്തോട് ചോദിക്കുന്നതോടൊപ്പം തന്നെ അവരവിടെ ചോദിച്ചത് അവരുടെ സ്പിരിച്വൽ ലീഡറായിരുന്ന യേശുവിനോടാണ് ചോദിക്കുന്നത്, അല്ലാതെ ദൈവപുത്രൻ എന്നുള്ള കോൺസെപ്റ്റിലല്ല. വൈ വി കുഡൻറ്റ്? ഞങ്ങളെക്കൊണ്ട് എനിക്ക് എന്തുകൊണ്ട് സാധിക്കുന്നില്ല? ഞാൻ എൻ്റെ ജീവിതത്തിലൊരു അനുഭവം പറഞ്ഞുതരാം. സെമിനാറിലൊക്കെ പഠിച്ച് ഞാൻ തിരിച്ചു വന്നുകൊണ്ടിരിക്കുക. പഠിച്ചപ്പോൾ എഴുതിയ ഒരു വിഷയം എന്ന് പറയുന്നത് ഹൗ ടു മൾട്ടിപ്ലൈ ചർച്ചസ്, സഭകളെ എങ്ങനെ വർദ്ധിപ്പിക്കാം എന്നുള്ളതായിരുന്നു എൻ്റെ മെയിൻ പഠന വിഷയം. ഞാൻ മിഷൻസിലാണ് മേജർ ചെയ്തത്. എങ്ങനെ നമുക്ക് സഭകളുടെ എണ്ണം വർദ്ധിപ്പിക്കാനായിട്ട് കഴിയും? ആ പേപ്പർ പ്രസൻറ്റ് ചെയ്തു, അതിന് വലിയ അംഗീകാരമൊക്കെ കിട്ടി. അതിനൊരു ഒരു ഒരു അവാർഡ് എന്നുള്ള രീതിയിൽ എനിക്ക് എൻ്റെ 25-ാമത്തെ വയസ്സിൽ ഇംഗ്ലണ്ടിൽ പോകാനായിട്ട് എനിക്കൊരു അവസരം തന്നു. അവിടെ നടക്കുന്ന ഒരു വലിയ വേൾഡ് കോൺഫറൻസിൽ, ഒരു വലിയ ലോക കോൺഫറൻസ് അവിടെ നടക്കുക, ഫ്രോണ്ടിയർ മിഷൻസ്, ഇങ്ങനെ മുന്നേറ്റ മിഷണറിമാരുടെ ഒരു കോൺഫറൻസ് നടക്കുക. അതിനകത്ത് പോയി സംബന്ധിക്കാൻ ഒരു അനുവാദം കിട്ടി. അപ്പോൾ ഞങ്ങളുടെ ഈ പേപ്പറെല്ലാം നേരത്തെ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് അവർ പല ബുക്കുകളിൽ. അതിൻ്റെ വെളിച്ചത്തിലാണ് എനിക്ക് അവിടെ പോകാൻ അനുവാദം കിട്ടിയത്. ആദ്യത്തെ വിദേശയാത്രയാണ്. അത് പറയാനല്ല. അതെല്ലാം കഴിഞ്ഞു, തിരിച്ച് നാട്ടിൽ വന്നു. ഞാൻ കണ്ടെത്തിയ ഈ തിയറി ഞാൻ തന്നെ പ്രാവർത്തികമാക്കാനായിട്ട് ഞാൻ നോക്കി. പക്ഷെ എന്നെക്കൊണ്ട് പറ്റുന്നില്ല. ഒറ്റൊരു ആത്മാവ് പോലും കിട്ടുന്നില്ല. ഒരു പുതിയ വേല സ്ഥലമൊക്കെ എടുത്തു, വീട് വാടകയ്ക്ക് എടുത്തു, അവിടെ താമസമാക്കി പ്രവർത്തിക്കാൻ തുടങ്ങി. ഒരു ആത്മാവിനെ പോലും വരുന്നില്ല, ഒരു ഈച്ച പോലും വരുന്നില്ല പുതുതായിട്ട് സഹായത്തിന്. ഞാൻ പതുക്കെ ദൈവത്തോട് ചോദിക്കാൻ തുടങ്ങി, വാട്ട് ഈസ് റോങ് വിത്ത് മീ? എന്താ എൻ്റെ പരാജയത്തിൻ്റെ കാരണം? അതേസമയം ഇത് ഉപയോഗിക്കുന്ന മറ്റ് പലരുടെയും ജീവിതത്തിൽ അവരെല്ലാം സക്സസ്ഫുള്ളാണ്, വളരെ സക്സസ്ഫുള്ളാണ്. ആഫ്രിക്കയിൽ ഉപയോഗിക്കുന്നു, ഇന്തോനേഷ്യയിൽ ഉപയോഗിക്കുന്നു, മറ്റ് രാജ്യങ്ങളിലൊക്കെ അവർ തിയറി ഉപയോഗിക്കുന്നു. ഭയങ്കരമായിട്ട് അവിടെ സഭ വളരുന്നു. പക്ഷേ എൻ്റെ സഭയിൽ മാത്രം ആരും എന്ത് ചെയ്യുന്നില്ല, വരുന്നില്ല. ഞാൻ കർത്താവിനോട് ചോദിക്കാൻ തുടങ്ങി, പ്രാർത്ഥിക്കാൻ തുടങ്ങി. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനോട് പറഞ്ഞു, റീഡ് ബുക്ക് ഓഫ് ആക്ട്സ്, അപ്പോസ്തല പ്രവൃത്തികൾ വായിക്കാൻ പറഞ്ഞു. അങ്ങനെ അപ്പോസ്തല പ്രവൃത്തി വായിക്കാൻ തുടങ്ങി. എങ്ങനെയാണ് ഫസ്റ്റ് സെഞ്ച്വറിയിൽ, ആദ്യ നൂറ്റാണ്ടിൽ, അല്ലെങ്കിൽ സഭയുടെ ആരംഭ നാളുകളിൽ അവിടെയൊക്കെ നമ്മൾ വായിക്കുന്നത് എന്തുവാ? സഭ സ്പ്ലിറ്റായി എന്നല്ല വായിക്കുന്നത്. ശിഷ്യന്മാരെണ്ണത്തിൽ പെരുകി എന്നാണ് വായിക്കുന്നത് മുഴുവനും. അങ്ങനെ പുതിയ സഭകൾ ഉണ്ടായിക്കൊണ്ടിരുന്നത്. ഇന്നത്തെ പോലല്ല. IPC പിരിഞ്ഞ് ഷാരോനും പിരിഞ്ഞ് അസംബ്ലീസ് ഓഫ് ഗോഡ് പിരിഞ്ഞ് സ്വതന്ത്രനൊന്നുമല്ല. അതൊക്കെയാണ് ഇന്ന് കാണുന്നത് നമ്മൾ. പക്ഷെ അന്നങ്ങനല്ല. അപ്പോസ്തല പ്രവൃത്തി ആവർത്തിച്ച് വായിക്കാൻ തുടങ്ങിയപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനോട് ഇടപെടാൻ തുടങ്ങി. ആദിമ സഭയുടെ വളർച്ചയുടെ രഹസ്യം എന്ന് പറഞ്ഞിരുന്നത് ദ മൂവ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവിൻ്റെ ചലനമായിരുന്നു. അപ്പോസ്തലന്മാർ എവിടെയൊക്കെ പോയിരുന്നു, അവിടെ എന്ത് ചെയ്തിരുന്നു? പരിശുദ്ധാത്മാവിൻ്റെ ഒരു ചലനം കാണാമായിരുന്നു. അത് എപ്പോഴും അത്ഭുതങ്ങളും അടയാളങ്ങളുമായിട്ടല്ല, ചിലപ്പോൾ ഉപദ്രവങ്ങളായിട്ടാ. കർത്താവ് പറഞ്ഞു, ആവശ്യം അതാ, നിനക്ക് നിന്റെ ശുശ്രൂഷയിൽ ആവശ്യം അതാ.
അപ്പോൾ എനിക്ക് അതിന് മുമ്പ് പറ്റിയ ഒരു വലിയ പരാജയം ഉണ്ടായിരുന്നു. നല്ല ഒന്നാന്തരം പെന്തിക്കോസുകാരനായിട്ടാണ് പഠിക്കാൻ പോയ ബൈബിൾ സ്കൂളിൽ. പക്ഷെ പഠിച്ചത് പെന്തിക്കോസുകാരുടെ ബൈബിൾ സ്കൂളിലല്ലായിരുന്നു. അവിടെ മർത്തമക്കാരും യാക്കോബക്കാരും CNIക്കാരും മെത്തഡിസ്റ്റുകാരും ഇറ്റ്സ് എ യൂണിയൻ, എല്ലാവരും കൂടെ ഒന്നിച്ച് നടത്തുന്ന ഒരു ബൈബിൾ സ്കൂളിലായിരുന്നു. യൂണിയൻ ബിബ്ലിക്കൽ സെമിനാരി എന്ന് പറയും, UBS എന്ന് പറയും. അവിടെ പഠിച്ചത്. അവിടെ ഒരു ഉപദേശം പഠിപ്പിക്കത്തില്ല, ഒരു സഭയുടെ ഉപദേശം പഠിപ്പിക്കില്ല, വചനം മാത്രം പഠിപ്പിക്കുക അവിടെ. പിന്നെ പഠിപ്പിക്കുന്നതിലാരും പെന്തക്കോസ് അനുഭവമുള്ള പാസ്റ്റർമാരും ഇല്ല. എല്ലാം മെത്തഡിസ്റ്റ്, ബാപ്റ്റിസ്റ്റ്, പ്രെസ്ബിറ്റേറിയൻസ്, ആംഗ്ലിക്കൻസ്, ഫ്രീ മെത്തഡിസ്റ്റ്, നാസറിൻസ്, അങ്ങനെയുള്ള എല്ലാ സഭകളിൽ നിന്നുള്ള അധ്യാപകരാവുള്ളേ. അതിൻ്റെ ഒന്നാമത്തെ കാരണം എന്താ? പെന്തക്കോസുകാരിൽ വിദ്യാഭ്യാസമുള്ളവരില്ല, ദൈവശാസ്ത്രം പഠിപ്പിക്കാൻ വിവരമുള്ളവരില്ല. അപ്പോൾ അവിടെ പഠിച്ചിറങ്ങി വന്നപ്പോഴത്തേന് ഇതിലൊന്നും ഈ പരിശുദ്ധാത്മാഭിഷേകം, പരിശുദ്ധാത്മാഭിഷേകം ഇതിനൊന്നും ഒരു പ്രസക്തി ഇല്ലാത്ത കാലഘട്ടമാണ്. ഞാൻ 80കളുടെ കാര്യങ്ങളാണ് പറയണേ. 76, 77, 78, 79 വർഷങ്ങളാണ് ഞാൻ ബൈബിൾ സ്കൂളിൽ പഠിക്കുന്നത്. അന്നൊന്നും കരിസ്മാറ്റിക് മൂവ്മെൻറ്റ് പോലും ഇല്ല. 80കളിലാണ് കരിസ്മാറ്റിക് മൂവ്മെൻറ്റ് വരുന്നത്. അപ്പോൾ ഇത് ബാക്കി ഇവരെല്ലാം പഠിപ്പിക്കുന്നത് ഇത് പൈശാചികമാണ് പരിശുദ്ധാത്മാവിൻ്റെത്. അപ്പം തികഞ്ഞ പെന്തക്കോസുകാരനായിട്ട് അങ്ങോട്ട് പോയി നല്ല ബാപ്റ്റിസ്റ്റുകാരനായിട്ട് പുറത്തു വന്നു. ഇതിനകത്തൊന്നും ഒരു വിശ്വാസം ഇല്ലാത്ത, പക്ഷേ എതിർത്ത് പറയാൻ ധൈര്യമില്ല, കാരണം അപ്പച്ചൻ കറതീർന്ന പെന്തക്കോസുകാരനായതുകൊണ്ട്. പക്ഷെ പ്രസംഗത്തിലൊന്നും ഇത് കാണത്തില്ല. അപ്പോഴാണ് ആത്മാക്കളൊന്നും വരുന്നില്ല, വെറുതെ ജീവിതം പാഴാക്കിയിട്ട് തന്നെ കാര്യമുള്ളേ. പ്രാർത്ഥിക്കാൻ തുടങ്ങി, ഉപവസിക്കാൻ തുടങ്ങി. നമ്മൾ സാധാരണ പറയുമല്ലോ, ഒന്നും ഭരിക്കാതെ വരുമ്പോൾ കാളെന്നല്ല ഇന്ന്. ഇതുപോലെ യാതൊന്നും ഭരിക്കാതെ വന്നപ്പോൾ എന്ത് ചെയ്തു? ദൈവസന്നിധിയിൽ ഉപവസിക്കാൻ തീരുമാനിച്ചു. അപ്പോഴാണ് ദൈവാത്മ പറഞ്ഞ് റീഡ് ബുക്ക് ഓഫ് ആക്ട്സ്, അപ്പോസ്തലപ്രവൃത്തി വായിക്കുക. വായിച്ചപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കി, ആദിമ സഭയുടെ വളർച്ചയുടെ പുറകിലെ കാര്യം മുഴുവനും ദ മൂവ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്. അപ്പോസ്തലന്മാരുടെ ഐക്യതയൊന്നും അല്ലായിരുന്നു, അവർ തമ്മിൽ ഭയങ്കര അടിയായിരുന്നു പല കാര്യങ്ങളിലും. ആശയത്തിലവർ പല അഭിപ്രായക്കാരായിരുന്നു. അവരെല്ലാം ഒരു തലത്തിലല്ലായിരുന്നു, യൂണിറ്റി ഉണ്ടായിരുന്നില്ല അവർക്ക്. കാരണം പരിച്ഛേദന വേണമെന്ന് വേണ്ടെന്ന് അങ്ങനെ പല ടൈപ്പായിരുന്നു അവരൊക്കെ. പക്ഷേ അവർ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ, അവർ പ്രസംഗിക്കാൻ തുടങ്ങുമ്പോൾ there was a move of the Holy Spirit. പരിശുദ്ധാത്മാവിൻ്റെ ഒരു ചലനം ഉണ്ടായിരുന്നു. കർത്താവ് പറഞ്ഞു, അത് നിൻ്റെ ശുശ്രൂഷയിൽ നടന്നാൽ നിൻ്റെയും സഭ വളരും, ആത്മാക്കൾ വരും. അത് ഞാൻ ചോദിക്കുന്നുണ്ടെങ്കിൽ കർത്താവ് എന്തോ വേണം അതിന്? ഇതിപ്പോൾ മാർക്കറ്റിൽ പോയി വാങ്ങിക്കാൻ കിട്ടുന്ന ഒരു സാധനം വേണമെങ്കിൽ മേടിച്ചുകൊണ്ടിരായിരുന്നു. അല്ലെങ്കിൽ ഒരു കുപ്പായ ഇട്ടാൽ കിട്ടുന്നതാണെങ്കിൽ എന്ത് ചെയ്യായിരുന്നു? ആ കുപ്പായം നമുക്ക് തയ്പ്പിച്ചിട്ടായിരുന്നു. പ്രാർത്ഥിക്കാൻ ആരംഭിച്ചു. ആയിടയ്ക്ക് അപ്പച്ചൻ മരിക്കുന്നതിൻ്റെ. അപ്പോൾ പിന്നെ ഇവിടെ വന്ന് ഈ ലോക്കൽ സഭ എടുക്കേണ്ട നിർബന്ധം എൻ്റെ മേൽ കിടന്നു. ഞാൻ അത് ഏറ്റെടുക്കേണ്ടി വന്നു, കാരണം വീട്ടിൽ വേറെ ആരും ഉപദേശിക്കാറില്ല. അപ്പോൾ ആ ഒരു ചുമതലയും തലയിൽ വീണു. സഭയ്ക്കകത്ത് ആകെ ഒരു 10-35 വിശ്വാസികളുണ്ട്. അതിൽ പകുതിയിലധികം എൻ്റെ സഹോദരന്മാരാണ്, അവരും അവരുടെ ഭാര്യമാരും അവരുടെ പിള്ളേരും എല്ലാവരും കൂടെ. പിന്നുള്ളതല്ല അല്ലാതെ ഉള്ളൊരു 4-5 കുടുംബം മാത്രമേ ഉള്ളൂ. ഒന്ന് നമ്മുടെ രാജൻകുട്ടിയുടെ കുടുംബമുണ്ട്, പിന്നെ രാജൻകുട്ടിയുടെ ചേട്ടൻ്റെ ഒരു കുടുംബമുണ്ട്, പിന്നെ സഭയുടെ ആദ്യകാലം ഉണ്ടായിരുന്ന ഒരു 2-3 ഫാമിലിയും കൂടെ, അത്രയേ ഉള്ളൂ അവിടെ. അതല്ല ഔഷധം പ്രാപിച്ചത് വല്ലതും ഉണ്ടെങ്കിൽ പണ്ടങ്ങാണ്ട് പ്രാപിച്ചവരുണ്ട്. ഇപ്പോൾ ആരും അന്യഭാഷയൊന്നും സംസാരിക്കില്ല. ആരെങ്കിലും സംസാരിക്കുന്നുണ്ട എന്തീ പറയണമെന്ന് നോക്കുന്നൊരു ടൈപ്പാണ്. കാരണം തികച്ചൊരു പട്ടണത്തിലെ സോഫിസ്റ്റിക്കേറ്റഡ് സഭയായിട്ട് ഇത് മാറി. കർത്താവിനോട് ചോദിച്ച, കർത്താവ് എന്തോ ഇവിടെ നടക്കുന്നത് എനിക്കറിയില്ല, എൻ്റെ ജീവിതം കളയാൻ എനിക്ക് താല്പര്യമില്ല, ഞാൻ അതിനു വേണ്ടി ഇറങ്ങിയതല്ല. നിൻ്റെ വചനത്തിൽ എഴുതിയ സത്യമാണെങ്കിൽ അതെനിക്ക് കണ്ടേ പറ്റൂ, അത് സംഭവിച്ചേ പറ്റൂ. ദൈവത്തിൻ്റെ ആത്മാവ് പറഞ്ഞു, യെഹെസ്കേൽ പ്രവചനം 37 അധ്യായം എടുത്ത് വായിക്കാൻ പറഞ്ഞു. ഇപ്പം വായിക്കണ്ട, എന്തുമായിരിക്കും അത്? ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? അസ്ഥിത്താഴ്വര. അത് പറയുമ്പോഴത്തേനും നിങ്ങൾക്ക് പറയാൻ മനസ്സിലാക്കണം. പറയണം അസ്ഥിത്താഴ്വര. അസ്ഥിത്താഴ്വരയ്ക്കുള്ള പ്രത്യേകത എന്തുവാണെന്നറിയാമോ? അതല്ല അതിൻ്റെ പ്രത്യേകത. അതിൻ്റെ പ്രത്യേകത ഒരു പഴയ സാക്ഷ്യം പറയാനുണ്ട്. പണ്ട് എനിക്ക് ജീവൻ ഉണ്ടായിരുന്നു. അവരുടെ പഴമയിൽ മാത്രം പുകഴുന്നവരാ. പണ്ട് ഞങ്ങൾക്ക് ജീവനുണ്ടായിരുന്നു.
നമ്മുടെ കുഞ്ഞൻ തമ്പേർ ഒരു കവിത എഴുതിയിട്ടുണ്ട്. പണ്ടെണ്ണായിയുടെ പല്ലിന് ശൗര്യം പണ്ടേ പോലെ വലിക്കുന്നില്ല, പണ്ടിവൻ ഒരു കടിയാലൊരു പുലിയെ ഖണ്ഡിച്ചത് ഞാൻ കണ്ടറിയുന്നേൻ. പണ്ടിവൻ എന്ത് ചെയ്തിരുന്നു? പുലിയെ വരെ കീറുമായിരുന്നു. ഇപ്പോഴോ പണ്ടേ പോലെ ഫലിക്കുന്നില്ല. അസ്ഥിത്താഴൂരെ കിടക്കുന്ന എല്ലാ അസ്ഥികൾക്കും ഒരു വലിയ സാക്ഷ്യം പറയാനുണ്ട്. പണ്ട് ഞങ്ങൾ ദൈവത്തിന് വേണ്ടി അങ്ങനെ ചെയ്തവരാ, ഞങ്ങൾ ഇങ്ങനെ ചെയ്തവരാ. പണ്ട് ഞാൻ പ്രാർത്ഥിച്ച തീ ഇറങ്ങുമായിരുന്നു, ഭൂതം പോവുമായിരുന്നു, ഞാൻ ഒരു വീട്ടിൽ കയറിയാൽ മതിയായിരുന്നു. അന്ന് ഇപ്പം അസ്ഥിത്താഴൂരായിട്ട് മാറി. ഇതിന് പരിശുദ്ധാത്മ പറഞ്ഞു, നിന്റെ സഭ ഇപ്പോൾ ഇതാന്ന് പറഞ്ഞു. ഇതാണ് നിന്റെ സഭയുടെ അവസ്ഥ. പഴമയിൽ മാത്രം പ്രശംസിക്കുന്ന, ഭൂതകാലത്ത് എന്തൊക്കെയോ നടന്നിട്ടുണ്ട് അതിൽ മാത്രം പ്രശംസിക്കുന്ന, അന്ന് രോഗികൾ സൗഖ്യമായത്, അന്ന് ആത്മാക്കൾ രക്ഷിക്കപ്പെട്ടത്, വിടുവിക്കപ്പെട്ടത്, ഈ അത്ഭുതങ്ങൾ, അടയാളങ്ങളൊക്കെ പറയാനുണ്ട്. തൃശ്ശൂരിലെ പെന്തക്കോസ്ത് ആദ്യത്തെ സഭ, ഒത്തിരി പറയാനുണ്ട്. പക്ഷെ ഇപ്പം എല്ലാം ഉണങ്ങിയ അസ്ഥികളാണ്. വായിക്കാൻ തുടങ്ങി. 37-ാം അധ്യായം എത്ര പ്രാവശ്യം വായിച്ചെന്ന് എനിക്കിന്നും അറിയില്ല. ചിലർ കറക്റ്റ് കണക്ക് വയ്ക്കുന്നുണ്ട്, പക്ഷെ ഞാൻ കണക്കിൻ്റെ കാര്യത്തിൽ മഹാമോശമാണ്. അതുകൊണ്ട് കളിപ്പിക്കാനൊന്നും ആരും വിചാരിക്കണ്ട. ഒത്തിരി വായിച്ച് മനസ്സിലായി, ഈ അസ്ഥികളെക്കുറിച്ച് ദൈവത്തിനൊരു പ്ലാനുണ്ട്. ഈ അസ്ഥികളെ ജീവിപ്പിക്കാൻ ദൈവത്തിന് കഴിയുമെന്ന് പറഞ്ഞു. ഈ സഭയെ ജീവിപ്പിക്കാൻ ദൈവത്തിന് കഴിയും. അപ്പോൾ നോക്കി, അതിനെന്താ വേണ്ടേ? അതിന് വേണ്ടത് ദൈവം പറഞ്ഞ അനുസരിക്കുന്ന ഒരു പ്രവാചകൻ വേണം. ഏൽവ പറഞ്ഞു, ഞാൻ മനുഷ്യൻ നീയാ, നിനക്ക് ഞാൻ പറയുന്നത് പ്രവചിക്കാമെങ്കിൽ, നിനക്ക് ഞാൻ പറയുന്നത് പറയാമെങ്കിൽ ഈ അസ്ഥിയെ ഞാൻ ജീവിപ്പിച്ചതരാന്ന് പറഞ്ഞു. കർത്താവിനോട് പറഞ്ഞ് ചെയ്തോളാം, നീ എന്ത് പറഞ്ഞു അത് ഞാൻ ചെയ്തോളാം. ഞാനിത് എല്ലാം പറഞ്ഞു വരുന്ന ഒറ്റ ഒരു കാര്യം സ്ഥാപിക്കാൻ വേണ്ടിയേ. ലേൺ ഫ്രം യുവർ ഫെയിലിയേഴ്സ് ആൻഡ് ഹിയർ ഫ്രം ഗോഡ്. നിന്റെ പരാജയത്തിൽ നിന്ന് നീ പഠിക്കണം. കർത്താവ് എന്നെ കൊണ്ട് എന്തുകൊണ്ടത് സാധിക്കുന്നില്ല? കർത്താവ് നീ എനിക്കത് പറഞ്ഞു തരണം. കർത്താവ് സംസാരിക്കാൻ തുടങ്ങി. ദൈവത്തിൻ്റെ ഭാഗത്ത് ഇങ്ങനൊരു വാക്യമുണ്ടല്ലോ, നിങ്ങളെൻ്റെ ആലോചന സഭയിൽ നിന്ന് നിങ്ങളെൻ്റെ ആലോചന ഞാൻ നിങ്ങളെ എന്ത് ചെയ്യുമായിരുന്നു? അറിയിക്കുമായിരുന്നു. നിങ്ങൾക്ക് നിൽക്കാൻ നേരമല്ലല്ലോ. നിങ്ങൾക്ക് മൊബൈൽ താഴെ വെച്ചിട്ട് വേണ്ടേ നിങ്ങൾക്ക് ദൈവ തന്നെ ഇരിക്കാനായിട്ട്. എൻ്റെ കാലത്ത് പിന്നെ മൊബൈലൊന്നുമില്ല, അതുകൊണ്ട് പിന്നെ ടി വി ഇല്ല വീട്ടിൽ, റേഡിയോ ഇല്ല. ദൈവം സംസാരിക്കാനായിട്ട് തുടങ്ങി. വെള്ളിയാഴ്ച പ്രാർത്ഥനയ്ക്ക് ആകെ ഒരു 2 പേരോ 3 പേരോ കാണും. ഒരു വയസ്സായ ഒരു അമ്മച്ചി ഉണ്ട്, നല്ലങ്ങനെ ഒരു അമ്മച്ചി, അവരോട് ഫെയ്ത്തോമി താമസിക്കുന്നുണ്ട്, അവർ കയറിയിരിക്കും. ഞാനുണ്ട്. ആൻറ്റിക്ക് വരാൻ പറ്റത്തില്ല, ആൻറ്റി സ്കൂളിൽ ജോലികളുണ്ട്, ആൻറ്റി സ്കൂളിലായിരിക്കും. ഞങ്ങളൊരു 4-5 പേരിന്ന് പ്രാർത്ഥിക്കാനുണ്ട്. ചോദിച്ചു, ഈ അസ്ഥി ജീവിക്കുമെന്ന് ചോദിച്ചു. ഈ സഭ നന്നാവുമെന്ന് നിനക്ക് പ്രതീക്ഷയുണ്ടോ? ചേട്ടനും അനിയനൊക്കെ ഇരിക്കുന്ന സഭയാണ്, നന്നാവുമല്ലോ. നമ്മുടെ കുറ്റം മാത്രം അല്ലേ, അവരുടെ കൂടെ ജനിച്ച് വളർന്നവരല്ലേ, നമ്മുടെ എല്ലാ കുറ്റവും കുറവ് അവർക്കറിയാം. അവരോട് അടി കൂടിയതും കള്ളം പറഞ്ഞതും അവരുമായിട്ട് വഴക്കുണ്ടാക്കിയതും ഒക്കെ അവർക്കറിയാം. ഒറ്റ ദിവസം കൊണ്ട് തന്നെ പ്രവാചകനാക്കി ദൈവം എന്നോട് സംസാരിച്ചു, ആ പരിപ്പൊന്നും അവിടെ എന്ത് ചെയ്യില്ല, വേവില്ല. പ്രാർത്ഥിക്കാൻ ആരംഭിച്ചു. ദൈവം പറഞ്ഞു, ഞാൻ ഈ അസ്ഥികളെ ജീവിപ്പിക്കുന്നു. വെള്ളിയാഴ്ച പ്രാർത്ഥിക്കുമെന്ന് പറഞ്ഞു. ദൈവം ജീവിപ്പിക്കണമെങ്കിൽ കുറേ അസ്ഥി നമ്മുടെ മുമ്പിലുണ്ടാവണം. അസ്ഥി ഉണ്ടെങ്കിലല്ലേ ജീവിക്കാൻ പറ്റുള്ളൂ. കർത്താവിന് ഏതെങ്കിലും രോഗികളെ സൗഖ്യമാക്കണമെങ്കിൽ രോഗികൾ വരണ്ടേ, രോഗി എവിടെ ഉണ്ടാവണ്ടേ? എല്ലാവരും നല്ല കട്ട സ്റ്റൈലിലിരിക്കുന്നവരാണെങ്കിൽ കർത്താവിന് ആരെ സൗഖ്യമാക്കാൻ പറ്റും? അവർ രോഗികൾ വേണം. അന്നത്തെ പ്രാർത്ഥനയ്ക്കുണ്ടായിരുന്ന 4-5 പേരുണ്ട്. അവരോട് പറഞ്ഞു, അപ്പോൾ ഇങ്ങനെ പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുക. വെള്ളി ശനി ഞായറൊന്നുമില്ല, ഇങ്ങനെ പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുക. വെള്ളിയാഴ്ച ദൈവം നമ്മുടെ മധ്യേ ചിലതൊക്കെ പ്രവർത്തിക്കും. പക്ഷെ നിങ്ങളൊരു കാര്യം ചെയ്യണം, ദൈവത്തിന് പ്രവർത്തിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ആളുകളെ കൊണ്ടുവരണം. എണ്ണ പകരണമെങ്കിൽ ഒഴിഞ്ഞ പാത്രങ്ങൾ നീ എന്ത് ചെയ്യണം? മേടിച്ചുകൊണ്ടിരണം. അതുകൊണ്ട് നിങ്ങളൊരു കാര്യം ചെയ്യേ, വെള്ളിയാഴ്ച നടക്കുന്ന പ്രാർത്ഥനയ്ക്ക് ആളുകളെ വിളിച്ചുകൊണ്ടിരാൻ പറയും. എവിടുന്നെങ്കിലും. അപ്പോൾ എവിടുന്നൊക്കെ ആളെ വിളിക്കാൻ വേറെ ദിവസത്തിൽ പറഞ്ഞേക്കുന്നത്? പറഞ്ഞിട്ടുണ്ട് എവിടുന്ന് ആളെ വിളിക്കേണ്ടതെന്ന്. എവിടുന്ന വിളിക്കാൻ പറഞ്ഞേക്കുന്നത്? വഴിത്തലക്കല്ലേ,
വീതികളില്, ചന്തസ്ഥലത്ത്, പെരുവഴികളിലൊക്കെ പോയിട്ട് എന്ത് ചെയ്യേ? ആളെ വിളിച്ചോണ്ട് പോവാ. അല്ലാണ്ട് വലിയ വീട്ടിൽ കയറി ചെന്ന് ബെല്ലടിച്ച് നാളെ പ്രാർത്ഥനയുണ്ടെന്ന് പറഞ്ഞാൽ ആരും വരില്ല. ഇങ്ങനെടുത്ത് എല്ലാം പറഞ്ഞു. എന്തായാലും കൊള്ളാം. വെള്ളിയാഴ്ച ആയപ്പോഴത്തേന് ഒരു കൊച്ചു ഹോളാണ് അത്. ഒരു 10-75 പേർക്ക് ഇരിക്കാൻ പറ്റുമായിരിക്കും ആ ഹോളിൽ അന്ന്. അതിൽ കാൽഭാഗം കട്ടിലും കസേരയൊക്കെ ഇട്ട് അലമാരിയൊക്കെ ഇട്ട് എടുത്തിരിക്കുകയാണ്. അത്രയുള്ള ആളേ ഉള്ളൂ. അതുകൊണ്ട് പിന്നെ ഇല്ല, എനിക്കതുകൊണ്ട് ഹോളുകളിൽ എങ്ങനെയൊക്കെ ഇടുന്നുണ്ട് എനിക്ക് മഹാദേഷ്യാണ്. വീട്ടു സാമാനം എല്ലാം പറക്കിടാനുള്ള സാധനമല്ല. അങ്ങനെ വേറെ ദിവസം ഒരാൾ ചെയ്തിരുന്നു. ആലയത്തിൽ വീട്ടു സാമാനം പറക്കി വെച്ചിരുന്നു. ആരാന്നറിയോ? അറിയാം, പഠിക്കാൻ പറ്റുമായിരുന്നു പറയല്ലേ. നെഹമ്യാവിൻ്റെ പുസ്തകത്തിൽ നോക്കിയോ, ആലയത്തിൽ നോക്കിയപ്പോൾ എന്തുവാ? ആലയം മുഴുവൻ എന്തുവാ? സൻബല്ലത്തിൻ്റെയും തോബിയാവിൻ്റെയും വീട്ടു സാമാനം കൊണ്ട് നിറച്ചിരിക്കുക. നെഹമ്യാവ് എന്തെന്ന് പറയുമ്പോൾ വലിച്ചെല്ലാം കൂടെ പുറത്തെറിഞ്ഞു. അതല്ല എൻ്റെ വിഷയം. വായിച്ചു നോക്കിയാൽ നിങ്ങൾ. അപ്പോൾ ഇത് ഈ പകുതിയോളം എന്തുവാ ഇങ്ങനത്തെ സാധനങ്ങളും കൊണ്ട് നിറച്ച് വെച്ചിരിക്കുക. ഇനിയിപ്പോൾ ബാക്കി ഇത്രയുള്ള സ്ഥലത്തിരിക്കുക. കഷ്ടി 75 പേർക്ക് ഇരിക്കാൻ പറ്റും. ദൈവത്തിൽ നിന്ന് പ്രസംഗിക്കാൻ ആരംഭിച്ചു. കർത്താവ് അത്ഭുതം ചെയ്യുമെന്ന് പറഞ്ഞു. അന്ന് പ്രസംഗിച്ചത് എനിക്കിന്നും ഓർമ്മയുണ്ട്. അപ്പോൾ പ്രവൃത്തി 3-ാം അധ്യായത്തിൽ നിന്നാണ്. പത്രോസും യോഹന്നാനും ആലയത്തിൽ എന്ത് ചെയ്യാൻ പോന്നു? പ്രാർത്ഥിക്കാനായിട്ട് പോവുക. അത്ഭുതം ചെയ്യാൻ പോയതൊന്നുമല്ല അവർ. ഒരിക്കലും അങ്ങനെ തെറ്റിദ്ധരിക്കരുത്. അവരൊരു അത്ഭുതം ചെയ്യാനോ ക്രൂസൈഡ് നടത്താനോ ഒന്നും പോയതല്ല. പ്രാർത്ഥിക്കാനോ എന്ത് ചെയ്തതാ? പോയതാ. പോന്ന ഒഴിക്കാൻ ഒരുത്തൻ അവിടെ ഇരിക്കുന്നു. അമ്മയുടെ ഗർഭം മൂന്നിൽ മുടന്തനായ ഒരുത്തിനെ എന്നും കൊണ്ടുവന്നിട്ട് നമ്മൾ എത്ര എണ്ണത്തെ കണ്ടിരിക്കുന്നു? നമ്മൾ കാണില്ലല്ലോ ഒന്നാമത്. കാരണം നമ്മൾ പോകുന്നത് പ്രാർത്ഥിക്കാനല്ല. അതുകൊണ്ടാണ് കാണാത്ത പോലെ ഇരിക്കുന്നത് കണ്ടു. ഇവരുടെ കെട്ടും മട്ടും നോക്കി കണ്ടപ്പോൾ ഇവരിൽ വല്ല ഉള്ള ടൈപ്പാണ്. ഞങ്ങളെ സൂക്ഷിച്ച് നോക്കാൻ പറഞ്ഞു. വല്ലതും കിട്ടുമെന്ന് വിചാരിച്ച് അവൻ എന്ത് ചെയ്തു? അവൻ്റെ പ്രതീക്ഷയൊന്നും തെറ്റിയില്ല. അവൻ പ്രതീക്ഷിച്ചത് കിട്ടിയില്ലല്ലോ, അതിനൊക്കെ അപ്പുറം അവന് കിട്ടിയത്. പറഞ്ഞു, പൊന്നും വെള്ളിയൊന്നും ഞങ്ങൾക്കില്ല, ഞങ്ങൾക്ക് ഉള്ളത് തരാമെന്ന് പറഞ്ഞു. നസറേനായ യേശുവിൻ്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കാൻ പറഞ്ഞു. അതായിരുന്നു പ്രസംഗം, അന്നത്തെ വിഷയം. അത് കഴിഞ്ഞിട്ട് രക്ഷയ്ക്കുള്ള ആഹ്വാനം കൊടുക്കുന്നതിന് മുമ്പ് കർത്താവ് പറഞ്ഞു, രോഗശാന്തി വേണ്ടവരെ വിളിക്കാൻ പറഞ്ഞു. കാരണം ഇത് കണ്ടാൽ മറ്റേത് സ്വീകരിക്കാൻ എളുപ്പമാണ്. രോഗസൗഖ്യം പ്രാപിച്ചു കഴിഞ്ഞാൽ പിന്നെ രക്ഷ ആളുകൾ എന്ത് ചെയ്തോളൂ? വേഗം സ്വീകരിച്ചോളൂ. ഒരു 18 എണ്ണം വന്ന് മുമ്പിൽ വന്ന് മുട്ടുകുത്തി. 17 എണ്ണത്തിന് പ്രാർത്ഥിച്ചു. വളരെ എളുപ്പമാണ്. കാരണം വയറുവേദന, തലവേദന, അങ്ങനത്തെ വേദനകൾ അത് സൗഖ്യമായില്ലോ ഒന്നും നമുക്കറിയത്തില്ല. അത് വേണമെങ്കിൽ ടെമ്പററി റിലീഫും കിട്ടും. 18ാമത് കിടക്കുന്ന ഒരു തളർവാദ രോഗിയാണ്. 18 വർഷമായി നടന്നിട്ട്. ഒരു റോഡിൻ്റെ വക്കത്ത് ഒരു കുടിൽ കെട്ടി താമസിക്കുന്ന തങ്ക എന്ന് പറയുന്ന ഒരു സഹോദരിയെ ഞാൻ ഈ പറയുന്നതെല്ലാം കൂടെ വിശ്വസിച്ച് ഇവരെന്ത് ചെയ്തിരിക്കുക? ബൊക്കെ എടുത്തുകൊണ്ട് വന്നിരിക്കുക. മഹാഭാവികൾ ഇങ്ങനെ ചെയ്യുമെന്ന് എനിക്കും ഒരു പ്രതീക്ഷയില്ലായിരുന്നു. ബാക്കി എല്ലാത്തിനും പ്രാർത്ഥിച്ച് അടുത്ത് കണ്ണു നോക്കുമ്പോൾ ഈ സഹോദരി ഇങ്ങനെ തവള കിടക്കുന്ന പോലെ ഇവിടെ കിടക്കുന്നുണ്ട്. അരയ്ക്ക് കീഴിൽ ഇങ്ങനെ പെൻസിൽ പോലെ. നടന്നിട്ട് 18 വർഷം കഴിഞ്ഞു. വളർക്കാവിലുള്ളൊരു സ്ത്രീയാണ് അത്. വെള്ളം എടുത്തുകൊണ്ട് പോകുന്ന വഴിക്ക് കാല് തെറ്റി വീണതാണ്, നടുവൊടിഞ്ഞു. അന്ന് പൈസ ഉള്ള ഇതെല്ലാം കൂടെ വിറ്റ് തകർത്തി നോക്കി ഒരു രക്ഷയില്ലാതെ ഉള്ള കാശെല്ലാം തീർന്നു കഴിച്ചപ്പോൾ റോഡിൻ്റെ പക്കത്തൊരു ചെറിയ കുടിൽ കെട്ടി അവിടെ താമസിക്കുക. അവരെയാ ഈ സഹോദരിമാരെടുത്തുകൊണ്ട് വന്നേക്കുന്നത്. എനിക്കും അറിയില്ല ഇതിനെ കൊണ്ട് എങ്ങനെ പ്രാർത്ഥിക്കേണ്ടതെന്ന്. കാരണം ഞങ്ങളുടെ സെമിനാറിലൊന്നും രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറ്റും. ഞങ്ങളെ ആകെ പഠിപ്പിച്ചുള്ള സ്ഥൈര്യലേവനാണ്. എന്ന് പറഞ്ഞാൽ അവസാനത്തെ ഇതും കൊടുത്തവനെ അങ്ങോട്ട് വിടാൻ വേണ്ടിയാണ്. മരിക്കുന്നതിന് മുമ്പുള്ള പ്രാർത്ഥന മാത്രമേ സെമിനാരി പഠിപ്പിച്ചിട്ടുള്ളൂ. സൗഖ്യം അങ്ങോട്ട് പ്രാർത്ഥന അറിയില്ല. കർത്താവിനോട് ഇതെല്ലാം ഇങ്ങനെ പറഞ്ഞ് പ്രചരിക്കുകയില്ല. ഒന്നും നടന്നില്ലെങ്കിൽ ഉള്ള ആത്മാക്കളും കൂടെ പോകും. കാരണം പാസ്റ്റർ എന്തുവാ കള്ളം പറയായിരുന്നു, നുണ പറയായിരുന്നു. ഞാനും 2-4 ഇറങ്ങി. അപ്പോഴാണ് ഞങ്ങളൊക്കെ ദൈവദാസന്മാർ ചെയ്യുന്ന ചില ട്രിക്കുകളുണ്ട്. പറഞ്ഞുതരാം, നിങ്ങൾക്കും പറഞ്ഞുതരാം. പറഞ്ഞു, ഒരു കാര്യം ചെയ്യേ, നമുക്ക് എല്ലാവർക്കും ദൈവസ്ഥനെ എഴുന്നേൽക്കാന്ന് പറഞ്ഞു. എല്ലാവരും എഴുന്നേൽപ്പിച്ചു. എല്ലാവരും കൂടെ പ്രാർത്ഥിക്കാൻ പോകും. പ്രാർത്ഥിച്ച് സൗഖ്യമായില്ലെങ്കിൽ എന്നെ മാത്രം കുറ്റം പറയണ്ടല്ലോ, നീയും പ്രാർത്ഥിച്ചില്ലേ? നമ്മളെല്ലാവരും കൂടെ നീ പ്രാർത്ഥിച്ചേ. അപ്പം നിനക്ക് എൻ്റെ നേരെ എന്ത് ചെയ്യാൻ പറ്റില്ല? നീ വേറെ കൊണ്ടാൻ പറ്റില്ല. കാരണം നീയും കൂടെ പ്രാർത്ഥിച്ചതാ ഇതിനെ. അപ്പോൾ നിൻ്റെ കുറവ് കൊണ്ടായിരിക്കും എന്ത് ചെയ്യാത്തത്, ഇത് എഴുന്നേക്കാത്തത്.
അതേ ട്രിക്ക് തന്നെ ഞാൻ ഉപയോഗിച്ചു. ഇത് സെമിനാരി പഠിപ്പിച്ചതല്ല കേട്ടോ. അല്ലെങ്കിൽ എല്ലാ ട്രിക്കും നമ്മുടെ അപ്പനും അമ്മയും പഠിപ്പിക്കുന്നതാണോ നമ്മൾ ചെയ്യുന്നത്? അല്ലേ, കുറേയൊക്കെ നമ്മൾ തന്നെ ഉണ്ടാക്കുന്ന ട്രിക്കില്ലേ, എല്ലാ അപ്പനും അമ്മയും പഠിപ്പിച്ചു വിട്ടതാണോ? കാര്യം കൊള്ളാം. പ്രാർത്ഥിക്കണ്ടേ? എല്ലാവർക്കും എഴുന്നേറ്റിട്ടുണ്ട്. പകുതിയിലധികം അവിശ്വാസികളാ. പ്രാർത്ഥിക്കാൻ പറ്റണ്ടേ? കർത്താവ് എന്തോ ചെയ്യും അറിയില്ല. ഇന്നൊക്കെ ആണെങ്കിൽ ഒരു പൊടിയൊക്കെ നോക്കാൻ അറിയാം, കാരണം അല്ലേ, ഇന്നൊക്കെ അറിയാം. അന്ന് ഒട്ടും അറിയില്ലേ. കർത്താവ് ചോദിച്ചു, പക്ഷെ ദൈവശബ്ദം കേൾക്കാൻ അപ്പോഴും അറിയാമായിരുന്നു. ദൈവം സംസാരിക്കുന്നത് എന്തുവാന്ന് തിരിച്ചറിയാൻ അപ്പോഴും കഴിയുമായിരുന്നു. അത് കഴിയണം കേട്ടോ. വേറെ ഒന്നും അറിയില്ലെങ്കിലും ദൈവശബ്ദം കേട്ടാൽ തിരിച്ചറിയാൻ കഴിയണം. അത് ചോദിച്ചു, നീ എന്തോ ഇപ്പം പ്രസംഗിച്ചതെന്ന് ചോദിച്ചു. പത്രോസ് യോഹന്നാൻ എന്തോ ചെയ്തേ? എല്ലാവരും കൂടെ എഴുന്നേൽപ്പിച്ച് പ്രാർത്ഥിച്ചോ? ഒന്നുമില്ല. ഒരു പാട്ട് പാടി ആരാധിക്കാന്ന് പറഞ്ഞോ? കൈക്ക് കൊടുത്തേച്ച് പറഞ്ഞു, യേശുവിൻ്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കാൻ പറഞ്ഞു. അപ്പോൾ ഒരു ആത്മബലം കിട്ടി. പതുക്കെ തങ്കയുടെ അടുക്കൽ നിന്ന് മുട്ടുകുത്തി വെച്ച് കൈക്ക് കൊടുത്ത് ചോദിച്ചു, തങ്കേ എഴുന്നേക്കാൻ പറഞ്ഞു. ദൈവം ഒട്ടനെ സൗഖ്യമാക്കി. അവരുടെ സൗഖ്യം കണ്ടിട്ടാണ് വളർക്കാവ് ഹൈന്ദവ കോളനിയിൽ നിന്ന് ഏതാണ്ട് 30ഓളം ഹിന്ദുക്കൾ സ്നാനപ്പെട്ട് ഈ സഭ വന്നത്. തൊട്ട് മുമ്പിൽ ശാരോൻ കിടപ്പുണ്ട് കേട്ടോ. ശാരോൻ ഹോളിൻ്റെ തൊട്ട് പുറകിലാണ് ഞാൻ ഈ പറയുന്നത് മുഴുവൻ. അവിടുന്ന് സഭ അങ്ങ് ആത്മാവിലായി. ഏത് രക്ഷിക്കപ്പെടാത്തവൻ വരെ ആത്മാവിലായി. ഭയങ്കര ആരാധന സഭയ്ക്കകത്ത് വെളിപ്പെട്ടു. ആരും കൈയടിക്കാനൊന്നും പറഞ്ഞില്ല. എവിടുന്നോ ഒരു ദൈവശക്തി സഭയ്ക്കകത്ത് വന്നു. തങ്ക പതുക്കെ എഴുന്നേറ്റ് ഹോളിനകത്ത് നടക്കാൻ പോയി. എടുത്തുകൊണ്ട് വന്നവള് തിരിച്ച് നടന്ന് വീട്ടിൽ പോയി. അതാണ് ഈ വേലയുടെ വളർച്ചയുടെ തുടക്കം. പിറ്റേ ഞായറാഴ്ച ആരാധനയായപ്പോൾ ഹോള് നിറച്ച ആത്മാക്കൾ. കാരണം ഈ തങ്കയ്ക്ക് എന്തോ കണ്ടേന്നറിയാൻ തങ്കയുടെ ബന്ധുപുത്രാദികൾ, സ്വന്തക്കാർ, ചാർച്ചക്കാർ എല്ലാവരും കൂടെ ആരാധനയ്ക്ക് വന്നു. പിന്നങ്ങോട്ട് എല്ലാ ആഴ്ചയും സ്നാനമാണ്. പുതിയ ആത്മാക്കൾ വരുന്നു, രക്ഷിക്കപ്പെടുന്നു, സ്നാനപ്പെടുന്നു, രോഗികൾ സൗഖ്യമാകുന്നു. അങ്ങനെ 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 അങ്ങ് തുടങ്ങി. പിന്നെ അങ്ങോട്ട് ദാറ്റ് വാസ് ദ ബ്രേക്ക് ത്രൂ. എൻ്റെ ശുശ്രൂഷയുടെ ഒരു ബ്രേക്ക് ത്രൂ അന്ന് ആരംഭിച്ചത്. അതങ്ങ് വളരാൻ തുടങ്ങി. അങ്ങനെ പിന്നെ റെയിൽവേ കോളനിയിൽ റെയിൽവേ ചേരിയിൽ വർക്ക് തുടങ്ങി. പിന്നെ ഉടനെ കർത്താവ് പറഞ്ഞു, ഇത് നിന്നെ കൊണ്ട് തന്നെ ചെയ്യാൻ പറ്റില്ല, 10 പിള്ളേരെ എടുത്ത് പഠിപ്പിക്കാൻ പറഞ്ഞു. കർത്താവ് ചെയ്തപോലെ അങ്ങനെ വൈഡ് സ്കൂൾ തുടങ്ങുന്നത്. പഠിപ്പിച്ചവരെല്ലാം ഇതെന്ത് ചെയ്യും, വീക്കെൻഡ് ആകുമ്പോഴത്തേനും എന്ത് ചെയ്യും, ഓരോരുത്തരും ഇങ്ങനെ പോവും, ഓരോ കോളനിയിലേക്ക്, ഓരോ സ്ഥലങ്ങളിലേക്ക് പോയി എന്ത് ചെയ്യും, അവർ അന്ന് പഠിച്ചത്, അന്ന് കണ്ടത് അവരെല്ലാം എന്ത് ചെയ്യും, അവർ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങി. ആ ദിവസങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ഭുതങ്ങളുടെ ദിവസങ്ങളായിരുന്നു. സഭ കേരളം മുഴുവൻ പതുക്കെ വളരാൻ തുടങ്ങി. ആളുകൾ ഇങ്ങനെ കേട്ട് വരാനായിട്ട് തുടങ്ങി. വെള്ളിയാഴ്ച ആരാധന എന്ന് പറയുന്ന ഒരു വലിയ ആഘോഷമായിട്ട് മാറി. ഇതിൻ്റെയൊക്കെ പുറകിലുണ്ടായിരുന്ന ഒറ്റ ഒരു ചോദ്യമായിരുന്നു, വൈ കാൺട്ട് ഐ? കർത്താവേ, നിൻ്റെ പുസ്തകത്തിൽ ബൈബിളിൽ ഇങ്ങനെ പറയുന്നല്ലോ, അപ്പോസ്തലന്മാരിങ്ങനെ ചെയ്തല്ലോ, എന്തുകൊണ്ട് എനിക്ക് സാധിക്കുന്നില്ല? എപ്പോഴെങ്കിലും കർത്താവിനോടും ചോദിക്കാമോ എന്ന് മാറിയിരുന്നു. കർത്താവ്, ഞാനിത് ഈ ആഫ്രിക്ക നടന്ന കഥയൊന്നുമല്ല ഞാൻ ഈ പറഞ്ഞത് കേട്ടോ. വിഷം കൊണ്ട് നടന്നതാണ്. ഇത് വളരാൻ തുടങ്ങി, ഇത് വർദ്ധിക്കാൻ തുടങ്ങി, ഹിന്ദുക്കൾ ഒത്തിരി സാധനപ്പെടാൻ തുടങ്ങിയപ്പോഴത്തേന് പതുക്കെ എതിർപ്പുകളൊന്നും നമ്മുടെ ഹോൾ വരെ പോകുമ്പിട്ടായിരുന്നു അവർ. അത് അന്നത്തെ പത്രത്തിൽ ഭയങ്കര വാർത്തയായിട്ട് വന്ന എല്ലാ പത്രങ്ങളിലും അവർ പോകുമ്പിട്ടു, ഹോൾ പോകുമ്പിട്ടു. ബൈബിൾ സ്കൂൾ പിള്ളേരൊക്കെ കിടക്കുന്ന ഹോളിനകത്തായിരുന്നു. എറിഞ്ഞ കൈബോംബ് അകത്ത് കയറിയില്ല, അത് ആ ജനലെ തട്ടി പുറത്തു വീണ് പൊട്ടി. ആ ശബ്ദം കേട്ടാൽ ഞങ്ങളൊക്കെ ദേശം മിഷൻ കോൺഗ്രസ് മുഴുവൻ കേൾക്കുന്ന അത് കേട്ടിട്ടാ. അതകത്തെങ്ങാണം വീണായിരുന്നെങ്കിൽ 12 പിള്ളേരതിനകത്ത് കിടപ്പുണ്ട്. അന്ന് വഴിയെ പോയ ഒരുത്തനും കൂടെ അവിടെ കയറി കിടക്കുന്നുണ്ട്. പത്രത്തിൽ, ഇംഗ്ലീഷ് പത്രത്തിൽ, മലയാളം പത്രത്തിൽ, അന്ന് ടി വി ഒന്നും ഇത്രയും ഇതായിട്ടില്ല. വലിയ വാർത്ത. അതും എന്ത് ചെയ്ത് ഇനോ രോഗി സൗഖ്യമായത് ആരും പത്രത്തിൽ ഇട്ടില്ലെങ്കിൽ ഇതെല്ലാവരും പത്രക്കാരും എന്ത് ചെയ്തു, ഇട്ടു. അതുകൊണ്ട് എന്ത് ചെയ്തു, ആളുകൾ കൂടുതൽ ഇവിടെ എന്തൊക്കെയോ നടക്കുന്നുണ്ട് കിടങ്ങി. അത് കുറേ അനുഭവങ്ങളുണ്ട്. ഞാനിതെല്ലാം പറഞ്ഞു വന്ന ഒറ്റ ഒരു കാര്യം മാത്രം പറയാൻ വേണ്ടിയാ. എന്തുവാ?
എപ്പോഴും പരാജയങ്ങളിൽ നിന്ന് പഠിക്കണം. 2, കർത്താവ് എന്തുകൊണ്ട് എനിക്ക് സാധിക്കുന്നില്ലെന്ന് ചോദിക്കുക. തീർച്ചയായിട്ടും നിന്നോട് പറയും. കാരണം നിന്നെ ഒരു ഫെയിലിയറായ മിനിസ്റ്ററാക്കി ഇരുത്താനല്ല ദൈവം വിളിച്ചേ. നിന്നെ ഒരു പരാജിതനായ ഒരു ശുശ്രൂഷകനായിരിക്കാനല്ല കർത്താവ് വിളിച്ചത്. നിന്റെ പോരായ്മ എന്തുവാന്ന് കർത്താവ് പറഞ്ഞു തരും. നിന്റെ കുറവ് എന്തുവാന്ന് പറഞ്ഞു തരും. അത് ശുശ്രൂഷകനാണെങ്കിലും വീട്ടമ്മയാണെങ്കിലും ബിസിനസ്സുകാരാണെങ്കിലും ജീവിതത്തിന്റെ ഏത് മണ്ഡലത്തിൽ നീ ആയിരുന്നാലും God doesn't want you to be a failure. നീ പരാജിതനായിരിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. എൻ്റെ ആലോചന സഭയിൽ നിൽക്കാമോ? ദൈവം നിനക്ക് ആലോചന പറഞ്ഞു തരും. അത് കഴിഞ്ഞു. പിന്നെ നമ്മൾ പഠിക്കേണ്ടത് എന്നാണെന്നറിയാമോ? വി ഷുഡ് ലേൺ ഫ്രം ദോസ് ഹു ലീഡ് us. അല്ലേ? നമ്മളെ നയിക്കുന്നവരിൽ നിന്ന് വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്? പഠിക്കാനായിട്ട്. അതിൻ്റെ കാരണം എന്നാണെന്നാ ഞാൻ പറഞ്ഞേ? നിന്റെ നന്മ ആഗ്രഹിക്കുന്നവർ അവർ മാത്രമേ ഉള്ളൂ. ഞാൻ ഒരു കാര്യം പറയാം, നിന്റെ അപ്പനും അമ്മയും മാത്രമേ നിന്റെ നന്മ ആഗ്രഹിക്കത്തുള്ളൂ. നിന്നെ മൂപ്പിക്കാനും നിന്നെ വിളിപ്പിക്കാനും ഇറങ്ങടാ പോ, നീ എന്തിനാടാ അവിടെ നിൽക്കുന്നത്, ഇങ്ങനെ ചവിട്ടും കൊണ്ട് അവിടെ നിൽക്കേണ്ട ആവശ്യമുണ്ടെന്നൊക്കെ ചോദിക്കാൻ ആൾ കാണും. കാരണം നീ പോയി നശിച്ച് അവന് അതിന് സന്തോഷമായില്ലയോ? കാരണം അവൻ്റെ ചെറുക്കനോ നശിച്ചു, അപ്പോൾ നീയും നശിക്കണ്ട, അവന് വലിയ സന്തോഷം. നിന്നെ ലീഡ് ചെയ്യാനായിട്ട്, നിന്നെ നയിക്കാനായിട്ട് ദൈവമാർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണെന്നറിയോ? ലേൺ ഫ്രം യുവർ സ്പിരിച്വൽ അതോറിറ്റി. നിന്റെ ആത്മീയ നേതൃത്വത്തിൽ നിന്ന് വേണം നീ പഠിക്കാനായിട്ട്. നല്ല ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതിന് ഭയങ്കര പ്രയാസമാണ് ചിലർക്ക്. അതുകൊണ്ട് അവരെവിടാ ഓടുന്നത്? എനിക്ക് ആര് സ്റ്റേജ് തരുമോ, എനിക്ക് ആര് പ്ലാറ്റ്ഫോം തരുമോ, എനിക്ക് ആര് എന്ത് ചെയ്യും ചാൻസ് തരുമോ, അവിടേക്ക് ഞാൻ. എൻ്റെ കുഞ്ഞ് സമയമാകുമ്പോൾ ഇവിടെ തരുമെന്നേ, നിനക്ക് തരും. വെയിറ്റ് ആൻഡ് പ്രൂവ് യുവർ കോൾ. കാത്തിരുന്ന് നിന്റെ മേൽ ആ വിളി ഉണ്ടെന്നുള്ളത് നീ എന്ത് ചെയ്യേ? തെളിയിക്കേ. 2 ആഴ്ച മുമ്പ് സുരേഷ് സാറിനെ ഓർഡർ ചെയ്തല്ലോ. പുള്ളി പറഞ്ഞിട്ടൊന്നുമല്ല, ഹി പ്രൂവ്ഡ്. അടുത്ത ആഴ്ച വേറെ ആക്കുണ്ട്. ഞാൻ അങ്ങോട്ട് പറഞ്ഞു അവരോട്, ഇറ്റ്സ് യുവർ ടൈം, നിനക്ക് കോർഡിനേഷൻ തരേണ്ട സമയമായി. ലേൺ ഫ്രം ദ ലീഡർഷിപ്പ്. വേദപുസ്തകത്തിൽ വാക്യമുണ്ട്, അവൻ നിങ്ങളെ ഉയർത്തേണ്ടതിന് അവൻ്റെ ബലമുള്ള കൈക്കീഴെ താണിരിപ്പു. ലേൺ ഫ്രം യുവർ ലീഡർ. അടുത്ത പിന്നെ എന്തോ പഠിച്ച നമ്മള്? ലീഡ് ഫ്രം ദ പബ്ലിക്. അതാ ഞാൻ പറഞ്ഞത്. എന്തുവാ? ചിലപ്പം നിന്റെയും കണ്ണ് മങ്ങിയിരിക്കുകയായിരിക്കും, നിന്റെ കൂടെയുള്ള ജനത്തിൻ്റെയും കണ്ണ് മങ്ങിയിരിക്കുകയായിരിക്കും. 2 കൂട്ടർക്കും അറിയത്തില്ല. കാരണം നിന്നെ എന്ത് ചെയ്തിരിക്കുക? നിന്റെ നേതാവ് ഒരു മാസ്മരിക വലയത്തിൽ നിന്നെ എന്ത് ചെയ്തിരിക്കുക? ആക്കിയിട്ടിരിക്കുക. നിനക്ക് സ്വയമായിട്ട് ഇപ്പം ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല. എല്ലാത്തിനും എന്ന് പറഞ്ഞിരിക്കുക എന്നല്ലാതെ അത് വിട്ട് ചിന്തിക്കാൻ കഴിയാതെ വേണം നിന്നെ എന്ത് ചെയ്തിരിക്കുന്നു? ഒരു മായാവലയത്തിൽ നിന്നെ പെടുത്തിയിട്ടിരിക്കുക. അതിനെയാണ് നമ്മൾ ആ കൊടുത്ത പേരെന്തുവാ? ആ കൾട്ട് എന്ന് പറയുന്ന ഗ്രൂപ്പ്. അതാ. അവർക്കല്ലാതെ ചിന്തിക്കാൻ കഴിയില്ല. അവരുടെ നേതാവ് എന്ത് പറയുന്നു, ആമേൻ എന്നല്ലാതെ മാറി ചിന്തിക്കാൻ അവരെ കൊണ്ട് കഴിയത്തില്ല. അതിനോടനുബന്ധിച്ച് നമ്മുടെ ഒരു വാക്യം എടുത്തു. ഗലാത്യ ലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് ഗലാത്യയിലെ വിശ്വാസികളോട് 3-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ പറയുന്നു, ബുദ്ധിയില്ലാത്ത ഗലാത്യരേ, യേശു ക്രിസ്തുവിനെ നിങ്ങളുടെ മുൻപിൽ വരച്ച് കിട്ടിയിരിക്കെ നിങ്ങളെ ക്ഷുദ്രം ചെയ്ത് മയക്കിയതാര്? സത്യം കാണാതെ വേണം. അപ്പൊ അവിടെ നമ്മൾ എന്ത് ചെയ്യണം? വി ഹാവ് ടു ഹിയർ വാട്ട് ദ പബ്ലിക് സേസ്. പൊതുജനം നമ്മളെക്കുറിച്ച് എന്നാ പറയുന്നതെന്നൊന്ന് പഠിക്കാൻ തയ്യാറാവണം. കർത്താവ് പോലും ചെയ്തില്ലേ അത്? ജനം എന്നെക്കുറിച്ച് എന്തോ പറയുന്നു? ഇടയ്ക്കൊന്ന് ചോദിക്കണം. എൻ്റെ വിശ്വാസികളോടും വിശ്വാസികളോടൊന്നും ചോദിച്ചില്ല, ഭാര്യയോട് ചോദിച്ചാൽ മതി. ഇടിക്കരുതെന്നേ ഉള്ളൂ. അതിനെ സത്യം പറഞ്ഞാൽ എന്ത് ചെയ്യും? പിന്നെ മോന്തയും മുറിപ്പിച്ച് നടക്കും അല്ലേ? അങ്ങനെ അതെല്ലാം ഉണ്ട്. ഞാനൊരു കാര്യം പറയാം, സത്യം പറയുന്നതിൻ്റെ ജീവിത പങ്കാളി മാത്രമേ ഉള്ളൂ.
നാട്ടുകാരൊക്കെ നിന്നെ സുഖിപ്പിക്കാനേ നോക്കത്തുള്ളൂ. കാര്യം എന്നാ? അതുള്ള മുതലാക്കാൻ അവർക്കറിയാം. അപ്പോൾ അത് നിന്നെ സുഖിപ്പിച്ചാലേ എന്ത് ചെയ്യത്തുള്ളൂ? ആ കാര്യം നടക്കത്തുള്ളൂ. അല്ലേ? മര്യാദയ്ക്ക് പാടാൻ പോലും അറിയാത്തവൻ പാടി കഴിയുമ്പോൾ ചോദിച്ചുകൂടി എന്തൊരു പാട്ടായിരുന്നു. മറ്റേ ആൾ തന്നെ എന്തൊരു പാട്ടായിരുന്നു ഇത്. രണ്ടുപേരും പറഞ്ഞാൽ ഒന്ന് തന്നെ, പക്ഷേ ഒരേ സാധനം രണ്ടു കൂട്ടരും പറഞ്ഞല്ലേ. അത് ട്യൂൺ വ്യത്യാസമായപ്പോൾ അർത്ഥം ജസ്റ്റ് ഓപ്പോസിറ്റാ. ഭാര്യ പറഞ്ഞു എന്തോ ഒരു പാട്ടായിരുന്നു. അയ്യോ, അച്ഛൻ തന്നെ മുഴുവൻ പ്രസംഗിച്ച മതിയായിരുന്നെന്നാണ് എനിക്ക് തോന്നിയത്. കാരണം എനിക്കിവിടെ മൊബൈലിൽ കളിച്ചോണ്ടിരിക്കാമേ. നോ, പരമാർത്ഥം ചോദിക്കുക. സത്യം പറയാത്ത ഭാര്യയാണെങ്കിൽ എന്ത് ചെയ്യേ? നാട്ടുകാരോട് ചോദിക്കുക, എങ്ങനെ ഉണ്ടായിരുന്നു എൻ്റെ പ്രസംഗം? അവൻ പറയും, പാസ്റ്ററേ സംഗതിയൊക്കെ നല്ല, പാസ്റ്റർ പ്രസംഗിക്കാൻ മാത്രം ചെയ്യണ്ട, ബാക്കി കസേര ഇടുവോ, ബാക്കി കാര്യമൊക്കെ ചെയ്തോ, എന്ത് പ്രസംഗിക്കാൻ മാത്രം എന്ത് ചെയ്യണ്ട, കയറണ്ട കേട്ടോ. അത് നിന്നെ സ്നേഹിച്ച് പറഞ്ഞതാ. പാസ്റ്റർ പാട്ട് മാത്രം പാടായിരിക്കും. നമുക്കൊരു പാട്ട് പാടാമെന്ന് എന്ത് ചെയ്താൽ മതി, പറഞ്ഞാൽ മതി, അവരെന്ത് ചെയ്തോളും, പാടിക്കോളും. അച്ഛൻ വിഭ്രമരാഗത്തിൽ പാടുന്നതിനേക്കാൾ നല്ലത് അവർ മാൻപയുടെ രാഗത്തിൽ അവരെന്ത് ചെയ്തോളും. ഈ രണ്ട് വേറെസുള്ള രാഗങ്ങളാകട്ടോ. ഇത് രണ്ടും വേറെസുഖത്തിനുണ്ട്. സംഗീത പ്രമാണിക്ക് വിഭ്രമരാഗത്തിൽ പലരുടെയും പാട്ട് അതാണ്. രാഗം വിഭ്രമാകുമ്പം താളാവതാളവും ആയിരിക്കും. ഉണ്ട്, നമ്മുടെ സഭയിലുണ്ട്. ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട്, ഒന്ന് മുമ്പിൽ നിൽക്കുകയാണെങ്കിൽ ഒന്നും കൈ അടിക്കരുത്. ചുമ്മാ എല്ലാവരെയും കൂടെ താളം തെറ്റിച്ചിട്ട് ഇവൻ പുള്ളി കൊട്ടുന്നൊക്കെ അവിടെ ആത്മാർത്ഥമായിട്ടാണ്. അതിനൊന്നും ഞാൻ കുറ്റം പറയില്ല. ബോധമില്ലെങ്കിൽ എന്ത് ചെയ്യാനാ? ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം വേറൊന്നുമല്ല. അറിയാവുന്നത് എന്ത് ചെയ്തേച്ചാൽ മതി, ചെയ്താൽ മതി. അത് എന്നെ കൂടെ ഉൾപ്പെടുത്തിയിട്ടാണ് പറഞ്ഞത്. എനിക്ക് താളബോധം ഉണ്ടെങ്കിലും ശ്രുതിബോധം ഇല്ലാത്തൊരു തന്നെ. ഞാൻ ചിലപ്പോൾ ഹൈ പിച്ചൊക്കെ പാടും. എനിക്ക് ഈ ഉഴപ്പി പാടുന്നത് എനിക്ക് തീരെ തയ്ക്കാൻ പറ്റത്തില്ല. ചുമ്മാ ഒരു പോട്ടെ, എൻ്റെ വിഷയം അതല്ല. ജനം എന്തോ പറയുന്നു. അടുത്തത് നമ്മൾ കണ്ടത് എന്തുവാ? എ ലീഡർ ഷുഡ് ബി ആൻ ഇൻഫ്ലുവൻസർ. ഒരു നേതാവെന്ന് പറയുന്നത് സ്വാധീനിക്കാൻ കഴിവുള്ളവനായിരിക്കണം. നിനക്ക് മറ്റുള്ളവരെ സ്വാധീനിക്കാൻ പറ്റില്ലെങ്കിൽ ഈ പണിക്ക് ഇറങ്ങരുത് കേട്ടോ. ഇത് നിനക്ക് പറ്റിയ പണിയല്ല. നേതാവാൻ പോണ്ട, താഴെ ഇരുന്നേച്ചാൽ മതി, നേതാവിൻ്റെ കീഴിൽ ഇരുന്നേച്ചാൽ മതി. അവൻ സ്വാധീനിക്കാൻ കഴിവുള്ളവനായിരിക്കണം. എങ്ങനെയൊക്കെ നമുക്ക് സ്വാധീനിക്കാൻ കഴിയും? നമ്മുടെ ജീവിതം കൊണ്ട് നമുക്ക് അവരെ സ്വാധീനിക്കാൻ കഴിയണം. നമ്മുടെ ജീവിതം മറ്റുള്ളവരെ സ്വാധീനിക്കുന്ന ഒരു ജീവിതമായിരിക്കണം. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, നമ്മുടെ ജീവിതം കൊണ്ട് എത്ര പേരെ നമുക്ക് സ്വാധീനിക്കാൻ കഴിഞ്ഞു, ഇൻഫ്ലുവൻസ് ചെയ്യാൻ കഴിഞ്ഞു? 2, നമ്മുടെ സന്ദേശം കൊണ്ട്. ചിലരൊന്നും ഞാൻ ഇന്നും കണ്ടിട്ടില്ല, പക്ഷെ എൻ്റെ സന്ദേശം അവരെ എന്ത് ചെയ്തിട്ടുണ്ട്? സ്വാധീനിച്ചു കഴിഞ്ഞു. എന്നെ ഇന്നും വരെ കാണാത്ത എത്രയോ ആളുകളുണ്ട്. ധനവസീന്മി എന്നെ കണ്ടിട്ടേയില്ല, പക്ഷെ എൻ്റെ സന്ദേശങ്ങൾ അവരുടെ ജീവിതത്തെ എന്ത് ചെയ്തിട്ടുണ്ടെന്ന് അറിയാമോ? ഭയങ്കരമായിട്ട് സ്വാധീനിച്ചിട്ടുണ്ട്. 3, നമ്മുടെ നേതൃത്വ പാഠം, നമ്മുടെ ലീഡർഷിപ്പ് എബിലിറ്റി കൊണ്ട് നമുക്ക് ആളുകൾ പറയണം, അദ്ദേഹത്തെ വിളിച്ചാൽ മതി നമുക്ക്. കാരണം അതിന് ആ കാര്യത്തിന് അദ്ദേഹം എന്തുവാ? പ്രാപ്തന, യോഗ്യന. അദ്ദേഹത്തിന് അറിയാം ആ കാര്യം ചെയ്യാനായിട്ട്. ലീഡർഷിപ്പ്. അടുത്തത് എന്തുവാ? നമ്മുടെ സ്വഭാവം കൊണ്ട്. എങ്ങനെ ആയിരിക്കണം നമ്മുടെ സ്വഭാവം? കർത്താവിനെ വെളിപ്പെടുത്തുന്നത്. ഞാൻ ഈ കഴിഞ്ഞ ദിവസം എൻ്റെ ഫേസ്ബുക്കിൽ എഴുതി, ഒരു ദൈവ പൈതൽ എന്നുള്ളതിനേക്കാൾ കൂടുതൽ ഞാൻ അഭിമാനിക്കുന്നത് ക്രിസ്തുവിനെ പ്രതിബിംബിപ്പിക്കുന്ന ഒരുവനായിട്ട് ജീവിക്കാൻ കഴിഞ്ഞു എന്നുള്ളതിനാണ്. ചെറിയ സി ഉപയോഗിച്ചിട്ട്, ടു ബി എ ക്രൈസ്റ്റ്. ഒരു അഭിഷക്തനായി. ക്രൈസ്റ്റ് എന്ന വാക്കിൻ്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ. എന്തോ അഭിഷക്തൻ? ആസ് എ ക്രൈസ്റ്റ് ഇൻ യുവർ ജനറേഷൻ. നിന്റെ തലമുറയിൽ, നിന്റെ ദേശത്ത്
നിന്റെ കാലഘട്ടത്തിൽ നീ ഒരു അഭിഷക്തനായിട്ട് അറിയപ്പെടുക എന്നുള്ളതാണ് ഏറ്റവും വലിയ പദവി. നമ്മുടെ സ്വഭാവം കൊണ്ട് നമുക്ക് ആളുകളെ ഇൻഫ്ലുവൻസ് ചെയ്യാനായിട്ട് കഴിയണം. അടുത്തത് ഗോഡ്ലി വിസ്ഡം. ഒരു വിഷയം വരുമ്പോൾ ആളുകൾ നമ്മുടെ അടുക്ക വേണം വരാൻ. പാസ്റ്റർ, ഇങ്ങനൊരു വിഷയമുണ്ട്, ഞാൻ എന്നാ ചെയ്യണ്ടേ? അവർക്ക് ദൈവികമായ ജ്ഞാനം നമുക്ക് പകർന്നു കൊടുക്കാനായിട്ട് കഴിയണം. ഗോഡ്ലി വിസ്ഡം. കുഞ്ഞിങ്ങനെ ചെയ്താൽ നല്ലത്. കാരണം എന്നാ? ആലോചനയിൽ വലിയവനാണ് നമ്മുടെ ദൈവം. ഇറ്റ്സ് എ വണ്ടർഫുൾ കൗൺസിലർ. ആലോചനയിൽ വലിയവൻ. അപ്പം പ്രശ്നങ്ങളുമായിട്ട് നമ്മുടെ അവിടെ വരുമ്പോൾ അത് പിച്ചിപ്പറിച്ച് കൂടുതൽ പ്രശ്നമാക്കി മാറ്റുകയല്ല വേണ്ടേ. ചിലപ്പം പറഞ്ഞു കൊടുക്കുക, നീ മിണ്ടാതിരിക്കുക, ബി സൈലൻസ്. ദൈവകോപത്തിന് ഇടം കൊടുക്കുക, ദൈവം ഇടപെടട്ടെ, കർത്താവ് സംസാരിക്കട്ടെ. അങ്ങനെ നമുക്ക് പറയാൻ കഴിയണം. അപ്പം നമ്മുടെ ദൈവിക ജ്ഞാനം കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നവരായിരിക്കണം? മറ്റുള്ളവരെ സ്വാധീനിക്കുന്നവരായിരിക്കണം. അടുത്തത് 9ാമത്തെ ക്വാളിറ്റി, ഗുണം എന്ന് പറയുന്നത് എന്തുവാണെന്നറിയാമോ? ഹീ ഷുഡ് ബി ആൻ പാഷൻ ഇൻഫ്യൂസർ. അതെന്ന് പറഞ്ഞാൽ തൻ്റെ ദർശനത്തെ, തനിക്ക് ദൈവം നൽകി കൊടുത്ത കാര്യങ്ങളെ ആളുകൾക്ക് പകർന്നു കൊടുക്കാൻ, പങ്കുവയ്ക്കാൻ കഴിവുള്ളവരായിരിക്കണം. നിന്റെ കൂടെ ഒരാളൊരു 10 മിനിറ്റ് സംസാരിച്ചു കഴിഞ്ഞാൽ നിന്റെ ദർശനം അവന് കിട്ടിക്കഴിഞ്ഞിരിക്കണം. അറിഞ്ഞോ അറിയാതെയോ ദർശനം അവന് പങ്കുവയ്ക്കുന്നവനായിരിക്കണം. അതാണ് ഒരു ലീഡർ. ഒരു 10 പേരെ എൻ്റെ മുമ്പിൽ തന്നോ നിങ്ങൾ? അരമണിക്കൂർ കഴിയുമ്പോഴത്തേന് ആ 10 പേരും നമ്മുടെ ദർശനത്തിൻ്റെ ഒരു പങ്ക് ഏറ്റെടുത്തിട്ടായിരിക്കും പോകുന്നത്. അത് നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം. അടുത്തത് ഞാൻ ചോദിക്കട്ടെ, ദർശനം പങ്കുവെക്കുന്നതിന് മുൻപ് നിനക്ക് തന്നെ ബോധം വേണം നിന്റെ എന്തുവാ നിന്റെ ദർശനം എന്നുള്ളത്. യു ഷുഡ് നോ. ചില ആളുകളുടെ പ്രസംഗം കേട്ടാൽ അവരെന്തോ പറയാൻ വന്നതെന്ന് അറിയത്തില്ല. കുറേ നല്ല ആശയങ്ങളുണ്ട്. ഞാൻ പല പല കളറുള്ള കുറേ മുത്ത് നിങ്ങളുടെ കയ്യിൽ തരാം. ആ മുത്ത് ഒരു മാലയായിട്ട് മാറണമെങ്കിൽ എന്ത് ചെയ്യണം? അതിനൊരു ചെറുടിക്കൂടെ കോർത്ത്. അത് എങ്ങനെയൊക്കെ കോർക്കാം? എങ്ങനെ വേണമെങ്കിലും കോർക്കാം അല്ലേ? എന്നാൽ ഐഡിയ ഉള്ളവൻ്റെ കൊടുക്ക്. അവൻ അതിനെ കോർത്തത് വളരെ രസകരമായിട്ടായിരിക്കും. ആദ്യം 4 പച്ച, പിന്നെ 4 വെള്ള, അങ്ങനെ കോർക്കുന്നവരുണ്ട്. വെള്ള, പച്ച, മഞ്ഞ ഇങ്ങനെ കോർക്കുന്നവരുണ്ട്. പക്ഷെ അങ്ങനെ കോർക്കുന്നതിനേക്കാൾ ഏറ്റവും നല്ലൊരു സെറ്റായിട്ട് കോർക്കുകയായിരിക്കും. പ്രസംഗം എന്ന് പറയുന്നത് അതാ. ഒത്തിരി നല്ല ആശയങ്ങളുണ്ട്, എല്ലാം മുത്താ. പക്ഷെ മുത്തിനെ കോർക്കാൻ, മുത്ത് സ്വയം കോർക്കപ്പെടത്തില്ലല്ലോ. കണ്ടിട്ടുണ്ടോ? മുത്തിനെ കോർക്കാൻ ആരെങ്കിലും വേണം. അതാണ് ഒരു പ്രാസംഗികൻ ചെയ്യുന്നത്. നമുക്ക് ഒത്തിരി ആശയമുണ്ട്, തലമറച്ച് ഒത്തിരി ആശയങ്ങളുണ്ട്. അയ്യോ അത് ചെയ്യണം, ഇത് ചെയ്യണം, അവിടെ ചെയ്യണം, ഇവിടെ ചെയ്യണം, ഇതൊക്കെ ചെയ്യണം. എൻ്റെ കുഞ്ഞ് കോർഡിനേറ്റ് ഓൾ ദീസ് തിങ്സ്. ഇതിനെല്ലാം കൂടെ നീ ഒന്ന് എന്ത് ചെയ്യേ? ഒന്ന് കോർത്തിണക്ക്. ആളുകൾക്കപ്പം മനസ്സിലാവും അത്. ലീഡർ ആദ്യം എന്ത് ചെയ്യണം? ലീഡറിന് വേണം എൻ്റെ ദർശനം എന്തുവാന്ന് ഒരു ബോധ്യം വേണം. ഞാൻ ഒരു ലക്ഷം കടലാസ് തന്നാൽ നിങ്ങളുടെ ദർശനം എന്തുവാന്ന് ചോദിച്ചാൽ എഴുതാൻ പറ്റുമോ? ദർശനം ഉണ്ടായിട്ട് വേണ്ടേ എഴുതാനല്ലേ? നിങ്ങളുടെ ജീവിതം കൊണ്ട് നിങ്ങൾ എന്താ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്? അടുത്തൊരു 10 വർഷം ദൈവം നിങ്ങൾക്ക് തരുന്നെങ്കിൽ വേണ്ട, ഈ കൊറോണ ഇങ്ങനെ തന്നെ പോകുന്നെന്ന് വിചാരിക്കും. ഒരു 10 വർഷം കൂടെ, അല്ലെങ്കിൽ ഒരു 5 വർഷം കൂടെ നീ എന്തോ ചെയ്യാൻ പോവുക? എല്ലാം പൂട്ടിക്കെട്ടി വേറെ വല്ല പണിയുണ്ടോ എന്ന് നോക്കാൻ പോകും അല്ലേ? കാരണം സഭ നടക്കില്ലല്ലോ. ഇത് കുറേ നാളും കൂടെ ഉണ്ടെന്ന് അറിയാവുന്നതുകൊണ്ടാണ് നമ്മൾ കൊച്ചു കൊച്ചു സഭകൾ അവിടെ ഇവിടെ തുടങ്ങുന്നത്. ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, മൈക്രോ ചർച്ചസ് നമ്മൾ ആരംഭിക്കുന്നത്. 8 പേര് 10 പേരുള്ള മൈക്രോ ചർച്ച ആരംഭിക്കുക നമ്മൾ. കാരണം ഇത് കാണും കുറേ നാൾ. ഡു യു ഹാവ് എ പ്ലാൻ? നിന്റെ മുൻപിലുള്ള വെല്ലുവിളിയെ, നിന്റെ മുൻപിലുള്ള പ്രതിസന്ധിയെ
നേരിടാനായിട്ട് നിനക്ക് ഒരു പദ്ധതി ഉണ്ടോ? നമ്മളൊക്കെ എന്തോ വന്നത് വാക്ക്, ചെന്നത് ചെയ്യല്. അതൊക്കെ എന്തിനാ ഇപ്പോഴേ ആവശ്യമില്ലാത്തൊക്കെ ചിന്തിക്കുന്നത്? എന്തിനാണെന്നായിരിക്കുന്നത്? നിനക്ക് ആവശ്യമില്ലാത്ത. പക്ഷേ ഒരു ലീഡറിന് ഇതെല്ലാം എന്തുവാണെന്നറിയാമോ? ആവശ്യം ഉള്ളതാ. കാരണം അവന് നേരത്തെ കാര്യങ്ങൾ കാണുന്നവനാ. അപ്പം നിനക്കൊരു വിഷൻ ഉണ്ടായിരിക്കുമ്പോൾ എന്തിനും ഇതുണ്ടെങ്കിലല്ലേ മറ്റവർക്ക് പകർന്നു കൊടുക്കാൻ പറ്റുള്ളൂ. എന്നോട് വർഷങ്ങൾക്ക് മുൻപ് ഒരാളെന്നോട് ചോദിച്ചു, പക്ഷേ ഒരു $1 million തന്നാൽ എന്തോ ചെയ്യുമെന്ന് ചോദിച്ചു. ഒരു $1 million എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 70 ലക്ഷമായിട്ട് വരും അല്ലേ? 70 ലക്ഷം രൂപ തന്നാൽ എന്തോ ചെയ്യുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ടാന്ന് പറഞ്ഞു. കാരണം അന്ന് എനിക്ക് ആവശ്യമില്ലായിരുന്നു അത്രേ. എന്നാൽ ഇന്ന് ചോദിക്കേ, ആ 70 ലക്ഷം കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയാം. എൻ്റെ മനസ്സിൽ കിടപ്പുണ്ട്, ഇഷ്ടം പോലെ ഐഡിയാസ് കിടപ്പുണ്ട് എൻ്റെ ഏതാ. അപ്പം നിങ്ങൾക്കൊരു ദർശനം വേണം. എന്നാ നിങ്ങൾ ചെയ്യാൻ പോണേ നിങ്ങളുടെ ജീവിതം കൊണ്ട്? അടുത്ത 5 കൊല്ലം കൊണ്ട് എന്നാ പറയാന്? എന്തോ ചെയ്യാനായിരിക്കുന്നേ? ഇങ്ങനെ ഊണും ഉറങ്ങിയും ഫേസ്ബുക്ക് കണ്ടും ചാറ്റ് ചെയ്തും സമയം കളയാനാണോ ഇരിക്കുന്നേ? എൻ്റെ പാസ്റ്റർ വിസിറ്റിങ്ങിന് പോകാനൊക്കെ ഇല്ല, പറ്റില്ലല്ലോ. ദൈവം മനഃപൂർവ്വം തന്നെ അങ്ങനെ ആക്കിയേക്കുന്നത്. കൺവെൻഷൻ നടത്താൻ പറ്റില്ല. കൺവെൻഷൻ തൊഴിലാളികളുടെ എല്ലാം ചാൻസ് പോയി. നീ എന്തോ ചെയ്യാൻ പോവാ? ഡു യു ഹാവ് എ വിഷൻ? നിനക്കൊരു ദർശനമുണ്ടോ പകർന്നു കൊടുക്കാനായിട്ട്? അപ്പം ആ ദർശനം നമ്മൾ പകർന്നു കൊടുക്കുന്നതിൽ ശ്രദ്ധിക്കേണ്ട 3-4 കാര്യങ്ങളെ കുറിച്ച് ഞാൻ പറഞ്ഞു. ഒന്ന്, നീ ആരോട് പറയുന്നതെന്ന് ശ്രദ്ധിച്ചോണം. ഷെയർ വിത്ത് ദ റൈറ്റ് പേഴ്സൺ. നിന്റെ ദർശനം നീ പങ്കിടുന്നത് ശരിയായ ആളുകളോടല്ലെങ്കിൽ അവർ തന്നെ നിനക്ക് പാരയായിട്ട് മാറും. പാവൻ ജോസഫേട്ടന് പറ്റിയതാ, ഞാൻ ഇന്നലെ പറഞ്ഞു. അത് അവൻ്റെ പക്വതക്കുറവും കൊണ്ടാണെന്ന് വിചാരിച്ചോ? കണ്ട ദർശനം വന്ന് എന്ത് ചെയ്തു? ചേട്ടന്മാരോടും അപ്പനോടും ഒക്കെ പറഞ്ഞു. നമ്മളിങ്ങനെ വയലിൽ കറ്റ കിട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഉടനെ എൻ്റെ കറ്റ എഴുന്നേറ്റ് നിന്നു, നിങ്ങളുടെ കറ്റകളെല്ലാം കൂടെ എന്നെ വന്ന് കാണിയാൽ ശരി, നീ ആള് മോശമല്ലല്ലോ. ശരി, താരം നോക്കിയിരുന്നു. സ്വപ്നക്കാരൻ വരുന്നു, അവൻ്റെ സ്വപ്നം എന്താവുക എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം നോക്കാം. ഇത് മിണ്ടാണ്ടിരുന്നാണെങ്കിൽ ഇത് വല്ലൊരു സ്വന്തം സഹോദരങ്ങൾ പോലും അവനെതിരായിട്ട് മാറി. വലിയ കാര്യത്തിൽ അപ്പനോട് എന്ന് പറഞ്ഞു. അപ്പോൾ ചോദിച്ചു, നമുക്ക് വട്ടാ, നിൻ്റെ അപ്പനും അമ്മയൊക്കെ നിന്നെ വണങ്ങും. അപ്പനും അമ്മയും അവന് തെറ്റിപ്പോയി, വ്യാഖ്യാനത്തിൽ തെറ്റി. ഇത് രാജാവും രാജ്ഞിയായിരുന്നു വണങ്ങുന്നേ. ആരാ വണങ്ങുന്നേ? ഫറവോനായിരുന്നു. അപ്പൊ നീ സ്വപ്നങ്ങൾ, ദർശനങ്ങൾ പങ്കിടുമ്പോൾ പങ്കിടേണ്ടവരുമായിട്ട് എന്ത് ചെയ്യാവൂ? പങ്കിടാവൂ. ഇല്ലെങ്കിൽ അവർ നിന്നെ എന്ത് ചെയ്യുന്നറിയാമോ? നിന്റെ ശത്രുവായിട്ട് മാറും. ഒത്തിരി അനുഭവങ്ങളുണ്ട്. കാണുന്ന എല്ലാ സ്വപ്നമൊന്നും എന്ത് ചെയ്യരുത്, നേരം വെളുക്കുമ്പോഴത്തേന് അച്ഛനോടും അമ്മാമ്മയോടൊന്നും പറയാൻ നിൽക്കരുത്, ഭാര്യയോടൊന്നും പറയാൻ നിൽക്കരുത്. സമയമായിട്ടില്ല. ദൈവം ജീവിതത്തിൽ വന്ന എത്രയോ ദർശനങ്ങൾ ആരോടും പറയാതെ കൊണ്ട് നടന്നിട്ടുണ്ടെന്നറിയാമോ? ഡയറിയിൽ എഴുതിയ മാത്രം വയ്ക്കുക മാത്രമേ ചെയ്യൂ. കാരണം എന്താ? അത് റിലീസ് ചെയ്യേണ്ട സമയം ആയിട്ടില്ല. അപ്പോൾ നീ അത് ആരോട് പറയുന്നു എന്നുള്ളത് വളരെ പ്രസക്തമായിരിക്കുന്ന വിഷയമാണ്. അടുത്തത്, അത് അവതരിപ്പിക്കാനുള്ളൊരു കഴിവുണ്ടായിരിക്കണം നിനക്ക്. എങ്ങനെ? ഒന്നുകിൽ വാമൊഴിയായിട്ട്, അല്ലെങ്കിൽ വരമൊഴിയായിട്ട്, അല്ലെങ്കിൽ എങ്ങനെങ്കിലും. ഞാനൊരു കാര്യം പറയട്ടെ, യേശു ക്രിസ്തുവിൻ്റെ ക്രൂശീകരണത്തെക്കുറിച്ച് നമ്മൾ എത്ര പ്രസംഗിച്ചാലും ആളുകൾക്ക് മനസ്സിലാവില്ല. ഒരു ദൃശ്യാവിഷ്കരണം ഇട്ട് കൊടുക്കുക. അതിനെ ഒന്ന് എന്ത് ചെയ്യേ, ഒന്ന് കാണിക്കാൻ, ആളുകൾക്ക് കാണാവുന്ന രീതിയിൽ ഒന്ന് ഇട്ട് കൊടുത്തേ. കണ്ണുള്ളവൻ്റെ കണ്ണിൽ നിന്നെല്ലാം കണ്ണീര് വീഴും.
നമുക്കെത്ര പറഞ്ഞാലും പറയാൻ പറ്റാത്തത്. ഒരു പുഷ്പത്തിൻ്റെ സുഗന്ധം ആരെ കൊണ്ട് പറഞ്ഞറിയിക്കാൻ പറ്റും? പകരം അതൊന്ന് പറിച്ചുകൊണ്ടൊന്ന് എന്ത് ചെയ്യേ, മണപ്പിക്കാൻ കൊടുക്കുക. തമിഴ്നാട്ടിലൊരു പഴമുണ്ട്, എളന്തപ്പഴം എന്ന് പറഞ്ഞൊരു പഴമുണ്ട്. കേട്ടിട്ടുണ്ടായിരുന്നല്ലോ? കേട്ടിട്ടില്ലേ? ഇതിനെ കേട്ടിട്ടേ ഉള്ളൂ ഞാൻ വർഷങ്ങളായിട്ട്. പക്ഷെ ഞാൻ ഈ 2 ദിവസം മുമ്പ് ഈ സാധനം കണ്ടേ. ഒരു കടയിൽ ചെന്നപ്പം സാധനം ഇരിക്കുന്നുണ്ട്. ഞാൻ ചോദിച്ചു, എന്നാ ചോദിച്ചു, ഇത് എളന്തപ്പഴം താനേ? ആ അപ്പടിയാ, എടുക്കാൻ പറഞ്ഞു 1 കിലോ അങ്ങ് എടുക്കാൻ പറഞ്ഞു. കേട്ടിട്ടേ ഉള്ളത് എന്തുവാന്ന്. ഇപ്പം അതല്ല, ഇപ്പം എൻ്റെ അനുഭവമാണ്. ഇന്ന് ചെന്നപ്പോഴും അവിടെ ഒരു പൊണ്ണ് കുറച്ച് 1/2 കിലോ ഇന്നും മേടിച്ചു. കാരണം എല്ലാവരും കേട്ടിട്ടേ ഉള്ളത് എന്തുവാന്നറിയില്ല. രുചിച്ച് നോക്കിയപ്പോഴാ, ഇതിനെ എത്ര ഞാൻ വിശദീകരിക്കാൻ ചെന്നാലും ഇതിൻ്റെ ടേസ്റ്റിൻ്റെ ഒരു ഒട്ടും നീതി പുലർത്താൻ ഒക്കത്തില്ല. അപ്പോൾ ഏറ്റവും നല്ല തന്നെ വാങ്ങിച്ചോറിനങ്ങ് കൊടുത്തേക്കുക. നിന്റെ ദർശനത്തെ നിനക്ക് എങ്ങനെങ്കിലും ആളുകൾക്ക് എന്ത് ചെയ്യാൻ പറ്റണം? പകർന്നു കൊടുക്കാൻ കഴിയണം. അത് വരച്ചിട്ടാണെങ്കിൽ വരച്ചിട്ട്, പിന്നെ പറഞ്ഞിട്ടാണെങ്കിൽ പറഞ്ഞിട്ട്, ആംഗ്യഭാഷയിലാണെങ്കിൽ ആംഗ്യഭാഷയിൽ എങ്ങനെങ്കിലും നീ അവർക്ക് നൽകി കൊടുക്കണം. 3, യുവർ വിഷൻ ഷുഡ് ബി റൈറ്റ് എന്ന് പറഞ്ഞാൽ നിന്റെ ദർശനം എന്തായിരിക്കണം? ശരിയായിരിക്കണം. കുറേയും കൂടെ നല്ല ഭാഷയെ പറഞ്ഞാൽ പ്രാക്ടിക്കലായിരിക്കണം, പ്രായോഗികമായിരിക്കണം. ഇപ്പം ഇന്നത്തെ കാലത്ത് ഏറ്റവും അത്യാവശ്യമുള്ള ഒരു വാഹനം ഏതാണെന്നറിയാമോ? ഞാൻ ആഗ്രഹിക്കുന്ന മുഴുവൻ അങ്ങനത്തെ ഒരു വാഹനത്തെയാണ്. പറക്കുന്ന കാറ്. അതെൻ്റെ മനസ്സിലുള്ള വലിയൊരു ആഗ്രഹം. അതെങ്ങനെ വന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ഉടനെ നേരെ ഇറങ്ങാറൊന്നും വേണ്ട. ഇപ്പോൾ തിരിക്കണം തോന്നിക്കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഇതുണ്ടാകണം, ഒരു ലിവർ ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞാൽ ഉടനെ കാറ് തന്നെ പൊങ്ങണം. അത്രയും സ്ഥലം കൊണ്ട് തന്നെ എന്ത് ചെയ്യണം? തിരിയണം, പറന്നങ്ങ് ഉയരണം. ആ സാധനം ഇറക്കാമെങ്കിൽ ഭയങ്കര ഡിമാൻഡ് കിട്ടും. ഇവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട് കേട്ടോ, ആളുകളൊക്കെ കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പം ദ വിഷൻ യു ഹാവ്, നിനക്കുള്ള ഈ ദർശനം എന്ന് പറയുന്നത് അത് പ്രായോഗികമായിരിക്കണം. മനുഷ്യന് അതുകൊണ്ട് ഗുണമുണ്ടായിരിക്കണം. പലരുടെയും ദർശനം ആർക്കും ഒരു ഗുണമില്ലാത്ത, അവരും ഗുണമില്ല, നാട്ടുകാർക്കും ഗുണമില്ല. അതുകൊണ്ട് ആരും നിന്റെ പ്രോഡക്റ്റ് എന്ത് ചെയ്യാത്തത്? വാങ്ങിക്കാത്തത് അല്ലേ? ഉദാഹരണം, ഒരാൾ നല്ല വിറകടുപ്പ് എങ്ങനെ നല്ല ഉണ്ടാക്കാൻ കൊണ്ട് ഒരു നല്ല അടുപ്പുണ്ടാക്കി കഴിഞ്ഞാൽ ആരാ വാങ്ങിക്കാൻ പോണേക്കും? ഇപ്പം ഗ്യാസിൽ നിന്നും മാറി അതെ ഈ ഇലക്ട്രിക്കൽ അതിലോട്ടേക്കും മൈക്രോ ഇതിലേക്കൊക്കെ നീങ്ങിക്കൊണ്ടിരിക്കുന്ന കാലത്താണ് നീ ഇവിടെ എന്തോ ചാണകടപ്പം ഉണ്ടാക്കിക്കൊണ്ട് നടക്കുന്നത്. ചാണകത്തിൽ നിന്ന് എങ്ങനെ നല്ല പ്രായോഗികമല്ല, ഔട്ട്ഡേറ്റഡ് ആയിപ്പോയി. ചില ദർശനമൊക്കെ അങ്ങനത്തെയാ, ഔട്ട്ഡേറ്റഡാ. അപ്പം നിന്റെ ദർശനം എന്ത് ചെയ്യണം? നീ പകരുന്ന ഈ ദർശനം എന്തുമായിരിക്കണം? പ്രായോഗികവും ആനുകാലികവുമായിരിക്കണം. മനുഷ്യർക്ക് പ്രയോജനമുള്ളതായിരിക്കണം. ഇതൊക്കെ ആര് ഇപ്പം ഇതെല്ലാം കൂടെ കേട്ടുമ്പോൾ ഇങ്ങനെയൊക്കെ ആർക്ക് നേതാവാൻ പറ്റുമെന്ന് വേണമെങ്കിൽ ചിന്തിച്ചേക്കാം. ഇതൊക്കെ നിനക്ക് പറ്റുന്ന കാര്യങ്ങളാ. അതിനകത്തൊരു 3-ാമത്തെ പോയിന്റും കൂടെ ഞാൻ പറയാം. നിന്റെ ദർശനത്തെക്കുറിച്ച് നീ തന്നെ പാഷനേറ്റ് ആയിരിക്കണം. എന്ന് പറഞ്ഞാൽ നിനക്ക് തന്നെ അതിനോടൊരു ആവേശം. നിന്റെ കൊച്ചിനോട് നിനക്കൊരു പാഷൻ ഇല്ലെങ്കിൽ പിന്നെ ആർക്കാ ഉണ്ടാവും പോണേ? നാട്ടുകാർക്ക്. നിനക്കുള്ള ദർശനത്തോട് നീ തന്നെ എന്തായിരിക്കണം? പാഷനായിട്ടിരിക്കണം, ഒരു ആവേശം ഉണ്ടായിരിക്കും. ഇതെൻ്റെ ദർശനം എന്ന് പറയുമ്പോൾ നിനക്കൊരു ആവേശം വേണം. ഇതെൻ്റെ സഭയാ, ഇതെൻ്റെ പ്രവൃത്തിയാ, ഇതെന്നെ ഏൽപ്പിച്ചതാ, ഇതെൻ്റെയാ. അങ്ങനെ ഉണ്ടെങ്കിലുള്ള ഗുണം എന്നാണെന്നറിയാമോ? നീ അതിനെ പരിപോഷിപ്പിക്കാൻ, നീ അതിനെ വളർത്താൻ എന്തൊക്കെ നിന്നെ കൊണ്ട് ചെയ്യാൻ കഴിയും അതൊക്കെ നീ എന്ത് ചെയ്യും. എനിക്കൊരു നല്ല സ്നേഹിതനുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു വലിയ ദൗത്യം, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ഒരു വലിയ ദർശനമായിട്ടുള്ള ഏറ്റെടുത്തിരിക്കുന്നത് ആലയങ്ങളില്ലാത്തവർക്ക് ആലയം വെച്ച് കൊടുക്കുക എന്നുള്ളത്. അത് അയാളുടെ പാഷനാണ്.
ഒരു ദിവസം ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കും, ഞങ്ങൾ വളരെ ക്ലോസാണ്. സംസാരിച്ചുകൊണ്ടിരിക്കുന്ന കൂട്ടത്തിൽ പറഞ്ഞു, പാസ്റ്റർ ഞാൻ എൻ്റെ ജീവിതത്തിൽ പലപ്പോഴും എന്നെ മടുപ്പിക്കുന്ന ഒരു കാര്യമുണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്നാ? ആലയൊക്കെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അതൊന്ന് മര്യാദയ്ക്ക് വരുന്നു നോക്കണ്ടേ? അതിലൊരു ഓട് പൊട്ടിയാൽ ഉടനെ എന്ത് ചെയ്യും? ഇവർ കാശ് ചിലവാക്കി അമേരിക്കയ്ക്ക് വിളിക്കും. പാസ്റ്റർ ഡോൺ, യുവർ ചർച്ച് ഈസ് ലീക്കിംഗ്. ഡോണേ, നിന്റെ സഭയുടെ ആലയത്തിൻ്റെ എന്തെങ്കിലും ഓട് പൊട്ടി, ആ ഓട് വാങ്ങിക്കാനുള്ള കാശ് അയച്ചു തന്നോളൂ. യുവർ റൂഫ് ഈസ് ലീക്കിംഗ് എന്ന് പറഞ്ഞാൽ നീ ഇട്ട റൂഫ് എന്ത് ചെയ്യുന്നു? ഇപ്പം ലീക്ക് ചെയ്യുന്നു. അതുകൊണ്ട് എന്ത് ചെയ്യണം? അത് മാറ്റാനുള്ള കാശ് നീ തരണം. ഇത് പറഞ്ഞു. ഇത് കേട്ട് ഞാൻ അങ്ങ് എന്ത് ചെയ്തെന്ന് പറഞ്ഞു, പുള്ളി മടുത്തെന്ന് പറഞ്ഞു. എടാ, ഇത്രയും ചെയ്തു കൊടുത്തു, ഒരു ഓട് വാങ്ങിക്കാൻ ഇവൻ്റെ കാശില്ല. ഇവൻ ഈ ഫോൺ വിളിച്ച കാശ് മതിയായിരുന്നല്ലോ ഒരു ഓട് വാങ്ങിക്കാനായിട്ട്. അവൻ അതിനെക്കുറിച്ച് പാഷൻ ഇല്ലാത്തതിൻ്റെ കാര്യം എന്താ? ഇത് അവൻ്റെ അല്ല. ശരിയല്ലേ? ഇതവൻ്റെ അല്ല. അതുകൊണ്ട് അവനിതിനെക്കുറിച്ച് എന്തില്ല, ഒരു പാഷനുമില്ല. അവൻ്റെ ആയിരുന്നെങ്കിലോ? ഇത് പൊട്ടാതിരിക്കാൻ എന്നാ മാർഗമെന്ന് അവൻ എന്ത് ചെയ്തേനെ? ചിന്തിച്ചേനെ. A leader should be passionate for his own vision. അതെൻ്റെയാണെന്നുള്ള, ഇതെൻ്റെയാ. അത് ആരാധനയാണെങ്കിലും പ്രസംഗമാണെങ്കിലും സഭയാണെങ്കിലും ശുശ്രൂഷയാണെങ്കിലും ഇതെൻ്റെയാ. ഞാൻ എവിടെ പോയാലും ഒരു നല്ല സാധനം കണ്ട സഭയ്ക്ക് മേടിച്ചുകൊണ്ടിരും. കാര്യം എന്തുവാ? എൻ്റെ സഭയാണ്. ഫേസ്ബുക്കിൽ കണ്ടാലും എവിടെ കണ്ടാലും നല്ല സാധനം കണ്ട ഉടനെ ഞാൻ എന്ത് ചെയ്യും? അത് വാങ്ങിക്കാൻ പറയും. കാര്യം എന്നാ? എന്താ എൻ്റെ കാര്യം? കാശിൻ്റെ കൂടുതലുണ്ടെന്നല്ല, മൈ പാഷൻ. ഇത് എൻ്റെയാ. ഒരു ഗിറ്റാറിൻ്റെ കമ്പി പൊട്ടിയ അവിടെ കിടക്കും. ചർച്ചയിൽ നിന്ന് ഫണ്ട് വന്നിട്ട് വേണം ഇനി എന്ത് ചെയ്യാനായിട്ട്? അതിൻ്റെ കമ്പി മാറ്റാൻ. ഞാനാണെങ്കിൽ അങ്ങനെ ചെയ്യില്ല. പൊട്ടിയെന്ന് പറഞ്ഞാൽ അന്ന് വൈകുന്നേരം പിറ്റേന്ന് തന്നെ ഞാൻ എന്ത് ചെയ്യുന്ന കമ്പി മാറ്റും. മാറ്റിയിട്ടിട്ട് പറയും, ഞാൻ എൻ്റെ കമ്പി മാറ്റിയായിരുന്നു കേട്ടോ. വില പോലും പറയില്ല. അപ്പോൾ ന്യായമായവൻ ചോദിക്കും, എന്ത് വിലയായും ചോദിക്കും. നിന്റെ പാഷൻ കണ്ടിട്ട് വേണം ആളുകൾ നിൻ്റെ കൂടെ പാർട്ട്ണർ ചെയ്യാനായിട്ട്. നമ്മുടെ പാഷൻ കണ്ട നമ്മുടെ ഫാഷനാണ് കാണുന്നത്, പാഷൻ അല്ലെന്നേ ഉള്ളൂ. നമ്മുടെ പാഷനല്ല കാണുന്നത്, പിന്നെന്ത് ഫാഷൻ? തലമുടിയുടെയും ഡ്രസ്സിൻ്റെയും ആളുകൾ നിൻ്റെ കൂടെ പാർട്ട്ണർ തന്നെ ചെയ്യും. A leader should be passionate of his vision. ഒരു നേതാവ്, കർത്താവ് പറഞ്ഞില്ലേ, എടാ അന്യമായതിൽ നീ വിശ്വസ്തനായിരുന്നില്ലെങ്കിൽ നിന്നെ ആര് സ്വന്തമായത് പരമേൽപ്പിക്കുന്ന പറയുന്നേ? നിന്നെ ഏൽപ്പിച്ച ഒരു ചെറിയൊരു കാര്യത്തിന് നീ വിശ്വസ്തനല്ലെങ്കിൽ ആര് നിന്നെ മറ്റൊന്ന് ഏൽപ്പിച്ചു തരും? പിന്നെ പറ്റൂ, ചെയ്യില്ല. കാരണം ഒരബദ്ധേ പറ്റുള്ളൂ. ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ ഒരേ അബദ്ധം തന്നെ വീണ്ടും ആവർത്തിക്കുന്നതെന്ന് വെച്ചാൽ അവനെ നമ്മൾ എന്ത് പറയും? ഭോഷൻ എന്ന് പറയും. പിന്നെ അത് തന്നെ ചെയ്യുന്നെങ്കിൽ അവനെ എന്താ പറയും? മന്ദബുദ്ധി എന്നാ വിളിക്കുക. അടുത്തത് നമ്മൾ ചെയ്യേണ്ടത് എന്നാണെന്നറിയാമോ? ഹി ഷുഡ് ബി അവൻ്റെ ദർശനത്തെക്കുറിച്ച് അവൻ പാഷനേറ്റ് ആയിരിക്കണം. അഞ്ചാമത്തത്, എ ലീഡർ ഷുഡ് ബി willing to take the weeds എന്ന് പറഞ്ഞാൽ കളകളെ പറിച്ചു കളയാനുള്ള ധൈര്യം വേണം അവന്. ഈ പാർട്ടി ഇവിടെ നിൽക്കുന്നിടത്തോളം കാലം ഈ പ്രസ്ഥാനത്തിന്, ഈ സഭയ്ക്ക് ദോഷമാണെന്ന് ബോധ്യം വന്നാൽ ഇരു ചെവി അറിയാതെ എന്ത് ചെയ്തോണം? പറിച്ചു കളയണം.
പോവാൻ തീരുമാനിച്ചെങ്കിൽ ഒരു ദിവസം മുമ്പേ വണ്ടിക്കൂലി കൊടുത്തവനെ പറഞ്ഞു വിട്ടോ, നിന്ന് നശിപ്പിക്കുന്നതിനേക്കാൾ. ഇപ്പം ജോസഫ് നാളെ പറയാമെന്ന് വിചാരിക്കുക, സാറേ ഞാൻ 1-ാം തീയതി തൊട്ട് ഞാൻ ഉണ്ടാവില്ല. ഞാൻ പറഞ്ഞു, ജോസഫേ 1-ാം തീയതി വരെ ഒന്നും പോകണ്ട, അതാ നിൻ്റെ ഈ മാസം 2 ദിവസം കൂടെ ഉണ്ട്, എന്നാൽ ഈ മാസം ശമ്പളത മുഴുവൻ പിടിച്ചേച്ച് മക്കൾ ഇന്ന് തന്നെ എന്ത് ചെയ്തു, കിട്ടിയത്. കാരണം 2 ദിവസം നിന്ന് ഇവിടെ കൃത്രിമൊക്കെ ഒപ്പിച്ചിട്ട് ജോസഫ് പോകുമ്പോൾ എന്നൊരു ശബ്ദം കേൾക്കാൻ എല്ലാം കൂടെ എന്ത് ചെയ്തു, കത്തിപ്പോയി. വേണ്ട, അതിനുള്ള ചാൻസ് കൊടുക്കണ്ട. ജോസഫേ, 28-ാം തീയതി ആയുള്ളൂ, ഇതാ 31-ാം തീയതി ശമ്പള ദിവസം, എന്നാലും എന്ത് ചെയ്തോ, ആ 2 ദിവസത്തെയും കൂടെ നീ അഡ്വാൻസ് നേരത്തെ പിടിച്ചിട്ട് മക്കള് വേഗം പൊക്കോ. പോകാൻ പറഞ്ഞാൽ പിന്നെ ജോസഫിൻ്റെ പിന്നാലെ ഞാൻ കൂടും. എന്തൊക്കെയാണ് എടുക്കുന്നതെന്ന് നോക്കണ്ടേ, പിന്നെ എവിടേക്കാണ് പോകുന്നതെന്ന് നോക്കണ്ടേ. ഇന്നലെ വരെ നടക്കാത്ത ഞാൻ എന്ത് ചെയ്യും, പിന്നെ കൂടും. ഓർത്തോണം, സാറ് കൂടെ നടക്കുന്നെങ്കിൽ ഓർത്തോ എന്തോ ന്യൂസ് സാറിന് കിട്ടിയിട്ടുണ്ടെന്ന്, അല്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞേൽപ്പിക്കും. ഞാൻ സാധാരണ വേലക്കാരുടെ മീറ്റിങ്ങിൽ ഒരു കഥ ഞാൻ പറയാറുണ്ട്, അതും കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുക. അതും കൂടെ ഇതിൻ്റെ കൂടെ വന്നതാണ്. ഇന്നലെ വരെ ഞാൻ സ്നേഹിച്ച് വളർത്തിയൊരു പട്ടി ഉണ്ടായിരുന്നു. കഥയാട്ടോ, ഇല്ല എനിക്ക് പട്ടിയില്ല. വളരെ സ്നേഹിച്ച് എൻ്റെ മടിയിലെടുത്തുന്നു, കാലാളിക്കുന്നു, എല്ലാം ചെയ്യുന്നു, കഴിക്കുന്നതിന് ബാക്കി കൊടുക്കുന്നു, എല്ലാം കൊടുത്ത് കളഞ്ഞുള്ളൂ. ഒരു ദിവസം രാവിലെ നോക്കിയപ്പോൾ എൻ്റെ വായിക്കൂടെ എല്ലാം എന്ത് ചെയ്യുന്നു, ഇങ്ങനെ പത വരുന്നു, ഇങ്ങനെ ഡ്രൂൾ ചെയ്യുന്നു. എനിക്ക് വിവരം മനസ്സിലായി, ഈ പട്ടിക്ക് എന്ത് ചെയ്തു, പേ പിടിച്ചിട്ടുണ്ടെന്ന് മനസ്സിലായി. അതിനെ ആദ്യം വെടിവെച്ച് കൊല്ലുന്നത് ഞാനായിരിക്കും. വേറെ ആൾ അറിയുന്നതിന് മുമ്പേ ഞാൻ അതിനെ എന്ത് ചെയ്യും, അവസാനിപ്പിക്കും. ഞാൻ ചോദിച്ചാൽ, സാറ് കണ്ടിൽ ഇത്രയും ചോരയില്ലാത്തവനാണോ? ചോര ഉള്ളതുകൊണ്ടാണ് നീ വേറൊരാൾക്ക് കൊടുക്കുന്നതിന് മുമ്പ്, ഈ പേ വേറൊരുത്തിന് കൊടുക്കുന്നതിന് മുമ്പ് നിന്നെ കൊല്ലേണ്ടത് എൻ്റെ ധാർമ്മിക ഉത്തരവാദിത്തമാണ്. അവൻ ഉപമകളാൽ അവരോട് സംസാരിച്ചു, കേൾപ്പാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ.